എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടിയുടെ വിഷയത്തിൻ്റെ മേൽ ദൈവികമായ ഇടപെടലുണ്ടാകാൻ പണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ഷോർട്ട് കട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്, ഒരു കുറുക്ക് വഴി. എന്താണ്? അമ്മയെ എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ എല്ലാവരും കാണാൻ പഠിച്ചിരിക്കും അല്ലേ? താങ്ക് യു. ഇതുപോലെ ഈ ദിവസങ്ങളിൽ ധ്യാനത്തിൽ എൻ്റെ മനസ്സിൽ വന്നൊരു സംഭവമാണ്. അമ്മ എന്നെ സുവിശേഷത്തിൻ്റെ സാക്ഷിയാക്കണമേ. സിമ്പിളാണ്, ഇത്രയേ ഉള്ളൂ കാര്യമാണ്. നിങ്ങളെ ഓരോ വിഷയവും ഇങ്ങനെ നിങ്ങളെ എടുത്തെടുത്ത് പറയുന്നതിനേക്കാൾ ഇപ്പം നിങ്ങളുടെ ജോലി, വീട്, വിവാഹം, വഴികൾ, കുടുംബ പ്രശ്നങ്ങൾ ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നതിനേക്കാൾ നല്ലത് അമ്മ എന്നെ സുവിശേഷത്തിൻ്റെ സാക്ഷിയാക്കണമേ. പറഞ്ഞേ, അമ്മേ എന്നെ എൻ്റെ സുവിശേഷത്തിൻ്റെ സാക്ഷികളാക്കണമേ. അപ്പം നിങ്ങളവർക്കും സുവിശേഷത്തിൻ്റെ സാക്ഷി എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇവിടെ വന്ന് സാക്ഷ്യം പറയണത് മാത്രമാണ്. അതല്ല, നമുക്ക് സുവിശേഷത്തിൻ്റെ സാക്ഷിയായിട്ട് ജീവിക്കാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ ദൈവ അനുഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ പറ്റും. ദൈവവചനത്തിന് വിധേയപ്പെട്ടുകൊണ്ട് സുവിശേഷവിഹിതമായ സമീപനത്തോടെ നമ്മൾക്ക് എല്ലാ വിഷയങ്ങൾക്കും സുവിശേഷവിഹിതമായ സുവിശേഷത്തിൻ്റെ ആന്തരിക അർത്ഥം ആവഹിച്ചുകൊണ്ട് നമുക്കൊരു വിശ്വാസ സമീപനമുണ്ട്. അത് നമ്മുടെ പെരുമാറ്റത്തിലൂടെയാണ് വരുന്നത്. പെരുമാറ്റത്തിലൂടെ നമുക്ക് സുവിശേഷത്തിൻ്റെ സാക്ഷിയാകാൻ പറ്റും. പെരുമാറ്റത്തിലൂടെ ഏറ്റവും നല്ലതുകൊണ്ട് ഇപ്പം നമ്മൾ മരിയോളജി അല്ലെങ്കിൽ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തെക്കുറിച്ച് മാതാവിനെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ മാതാവ് പരിശുദ്ധ അമ്മ സുവിശേഷത്തിൻ്റെ പെരുമാറ്റ സാക്ഷിയാണ്. ഈ ദിവസങ്ങളിൽ എന്നെ ഞാൻ ധ്യാനിച്ചൊരു വിഷയമാണ് പെരുമാറ്റ സാക്ഷി. നമ്മൾ പെരുമാറുന്നില്ലേ, പേരിൻ്റെ പെരുമാറ്റം വെച്ചാൽ നമ്മളെ എന്താണ് സെൽഫ് എക്സ്പ്രഷൻ. നമ്മളിപ്പോൾ ജോസഫച്ചൻ്റെ പേരിൻ്റെ മാറ്റം, അത് ദേഷ്യക്കാരനാണെങ്കിൽ ദേഷ്യമാണ് ആ മാറണത് ശരിക്കും ഇല്ലേ? അപ്പം ഞാൻ ഇനി ദേഷ്യമായിട്ട് ഫൈറ്റ് ചെയ്യേണ്ടി വരും സുവിശേഷവിഹിതമായിട്ട്. വല്ല അസൂയ, പരദൂഷണമോ, പകയോ, ചതിയോ, മുൻകോപമോ, കലക്കമോ, ഭിന്നതയോ ആണ് എൻ്റെ പെരുമാറ്റത്തിലുണ്ടെങ്കിൽ അതും പെരുമാറുമ്പോൾ ആ പേരിൻ്റെ കൂടെയുള്ള മാറ്റത്തിൽ അതാണ് വരേണ്ടത്, പ്രതിഫലിക്കുന്നത്. സെൽഫ് എക്സ്പ്രഷൻസ് എന്ന് വരും. പെരുമാറ്റം എന്ന് പറഞ്ഞാൽ അതിനെ വിശ്വാസബന്ധിയായിട്ട് നമ്മളതിനെ തർജ്ജമ ചെയ്താൽ പെരുമാറ്റം ബിഹേവിയറിനേക്കാൾ ഉപരി സെൽഫ് എക്സ്പ്രഷനാണ്. സുവിശേഷം ഒരു സെൽഫ് എക്സ്പ്രഷൻ നമുക്ക് വിഭാവന ചെയ്യുന്നുണ്ട്. സുവിശേഷം സ്വീകരിച്ച ആൾ, സുവിശേഷത്തിൻ്റെ സാക്ഷി, അവരുടെ ഒരു തനത് സെൽഫ് എക്സ്പ്രഷൻസ് ഉണ്ട്. മാതാവിൻ്റെ പരിശുദ്ധ അമ്മയുടെ സെൽഫ് എക്സ്പ്രഷൻ എന്താണ്? മറിയത്തിൻ്റെ മൗനമാണ് അല്ലേ? മറിയം എല്ലാം ഹൃദയത്തിൽ കടുത്ത സംഘർഷാവസ്ഥയിൽ പൊട്ടിത്തെറിക്കാതെ അത് ഹൃദയത്തിൽ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. അതായത് ലൂക്ക 2:19 2:51 ഈ വചനമുള്ളത്. 2 പ്രാവശ്യമുണ്ട്. ലൂക്ക 2:19 മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു. നമ്മൾ പ്രതീക്ഷിക്കുന്നതും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണതും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിന് ഘടകവിരുദ്ധമായി സംഭവിക്കുക. നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് ഘടകവിരുദ്ധമായൊരു സംഭവം നടക്കുക. ഇപ്പോൾ 26-ാം തീയതി 2 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ 27-ാം തീയതി നിങ്ങളുടെ കടക്കാർക്ക് ഡേറ്റ് പറഞ്ഞിരിക്കുകയാണ്. ഇയാൾ പറഞ്ഞതനുസരിച്ചാണ് നമ്മൾ ഡേറ്റ് കൊടുത്തിരിക്കുന്നത് അല്ലേ? 26-ാം തീയതി നമുക്ക് പൈസ കിട്ടണം, നമ്മൾ 27-ാം തീയതി നമ്മുടെ കടക്കാർക്ക് കൊടുക്കും. അപ്പോൾ 26-ാം തീയതി പൈസ തരാനുള്ള ആൾ, അപ്പോൾ നമ്മൾ വളരെ ക്ലിയറാണ്, സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണ്.
അപ്പോൾ 26-ാം തീയതി ഇയാൾ നമ്മളെ വിളിച്ചിട്ട് പറയണേ, ഡേറ്റ് നിങ്ങൾക്ക് പറഞ്ഞ ആളിനോട് ഡേറ്റ് നീട്ടിത്തരുമോ എന്ന് ചോദിക്കുക. ഇവിടെ എനിക്ക് പൈസ കിട്ടിയിട്ടില്ല. ഇച്ചോ, ഇനി ഞാൻ നാട്ടിൽ നിൽക്കാൻ പറ്റത്തില്ല, ആൾക്കാരെന്നെ തല്ലിക്കൊല്ലുമെന്നാണ് നമ്മളെ പൊട്ടിത്തെറിക്കും. അപ്പോൾ നമ്മുടെ ഉടമ്പടിയെല്ലാം പോയി. എന്താ ഒറ്റ സംഭവത്തിൽ ഉടമ്പടിയെല്ലാം ഉടഞ്ഞു പോകും. പല ആൾക്കാരെ ഉടമ്പടി ഉടഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ കഷ്ണം ഈ കുപ്പിയൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ കഷ്ണം കൊണ്ട് നടക്കത്തില്ലേ? ഉടമ്പടിയുടെ ഉടഞ്ഞ കഷ്ണം കൊണ്ടാണ് ചില ആൾക്കാർ നടക്കുന്നത്. ഉടമ്പടി ഉടഞ്ഞു പോയി നേരത്തെ, അതിൻ്റെ കഷ്ണം കൊണ്ടാണ് നിങ്ങൾ നടക്കുന്നത് പലരും. കാര്യം ഉടമ്പടി ഉടയണ സാഹചര്യം കാര്യം ഉടമ്പടിയിൽ ഈ ബിഹേവിയറിസം ബിഹേവിയറിസം അല്ല, ഈ സെൽഫ് എക്സ്പ്രഷൻസ്. കാര്യം നമ്മൾ ആരോടാണ് ഉടമ്പടി ചെയ്തിരിക്കുന്നത്? ദൈവത്തോട്. അപ്പോൾ ദൈവത്തോട് ഉടമ്പടി ചെയ്യുമ്പോൾ നമ്മളുടെ റിസ്ക് എന്താ? ദൈവത്തിൻ്റെ ഒരു സ്വഭാവത്തിലേക്ക് നമ്മൾ അങ്ങനെ വരും എന്നുള്ള രീതിയിൽ നമ്മളെ ദൈവത്തിൻ്റെ തുല്യാക്കി കണ്ടുകൊണ്ടാണ് ദൈവം നമ്മളോട് ഉടമ്പടി ചെയ്തിരിക്കുന്നത്. ദൈവത്തിൻ്റെ സ്വഭാവത്തിലേക്ക് നമ്മൾ വരും എന്ന് ദൈവം പ്രീസപ്പോസ് ചെയ്തിട്ടാണ് നമ്മളോട് ഉടമ്പടി ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? വരാൻ പോകുന്ന അനുഭവങ്ങളെ എല്ലാം എടുത്തിട്ട്, അപ്പോൾ അമ്മ ഇപ്പം ഒത്തിരി പെറ്റുകിടക്കണ രാത്രിയിൽ പ്രാകൃതനായ മനുഷ്യർ വന്ന് പ്രതീക്ഷിച്ചല്ല ശരിക്കും പറഞ്ഞാൽ അത്. അപ്പോൾ പൊട്ടിത്തെറിക്കേണ്ടതാണ്, അല്ലെങ്കിൽ നിരാശപ്പെടേണ്ടതാണ്. ഈ ചുമ്മാ ഈ ചവക്കുഴി വന്ന് കിടക്കേണ്ടി വന്നല്ല. ദൈവത്തിന് വേണമെങ്കിൽ എന്നെ വീട്ടിൽ നിർത്താൻ പാടില്ലായിരുന്നോ? എന്തിനാണ് ഇപ്പോൾ ഈ കനേഷുമാർ ഇപ്പോൾ കൊണ്ടുവന്ന് വെച്ചത്? 100,000 ചോദ്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ ദൈവത്തോട് ചോദിക്കാം. പല ആൾക്കാരും ദൈവത്തോട് ഒത്തിരി ചോദ്യങ്ങൾ ചോദിച്ചാണ് അകന്നു പോയത്. പല പല കാര്യങ്ങൾ. ഇപ്പം ഞാൻ 3 പ്രാവശ്യം പുതുക്കിയതല്ലേ? ദൈവത്തോട് ചോദിക്കാവുന്ന ചോദ്യമാണ് അല്ലേ? ഞാൻ IELTS ഇപ്പോൾ 8 പ്രാവശ്യം എഴുതിയ ഒരാൾക്കുണ്ട്, ഞാൻ ഇന്നലെ കണ്ട്. അപ്പോൾ CCA പരീക്ഷ 16 പ്രാവശ്യം എഴുതിയ ഒരാളെ കണ്ട്. ഇനി അയാൾക്ക് ചാൻസ് ഇല്ല, അയാൾ ഉദ്യോഗം രാജിവെക്കേണ്ടി വരും. ഞാൻ പറഞ്ഞ് രാജിവെക്കേണ്ടി വരത്തില്ല, നീ ധൈര്യമായിട്ട് പോകാൻ പറഞ്ഞു. അതെന്ത്, ഞാൻ അയാളെ കണ്ടുകൊണ്ട് പറഞ്ഞതാണ്? അല്ല, അത് എൻ്റെ ഒരു ആസ്തി. ഇത്രയും നാൾ ദൈവത്തിന് വേണ്ടി ജീവിച്ചതിൻ്റെ ഒരു ആസ്തിയുണ്ട്. അതൊരു നല്ല ആസ്തിയാണ്. എനിക്ക് നല്ല ബോധമുണ്ട് ആ കാര്യത്തിൽ. കാര്യം എത്രയോ വർഷങ്ങളായിട്ട് കർത്താവിന് വേണ്ടി ജോലി ചെയ്യണം. അല്ലാതെ ഒരു പ്രത്യേക ഒരു ധ്യാനത്തിൻ്റെ ഒരു കാറ്റ് വന്നപ്പോൾ ഞാനും പോയി ഒരു ധ്യാനം കൂടി ഒരു ബൈബിൾ എടുത്ത് ഇറങ്ങിയ ആളല്ല. ഞാൻ എൻ്റെ കുടുംബത്തിൽ എൻ്റെ അപ്പൻ അനുഭവിച്ച ദൈവത്തിൻ്റെ അനുഭവങ്ങളുണ്ട്, അത് കണ്ട് ഞാൻ വളർന്നതാണ്. അതുകൊണ്ട് എങ്ങനെയാണ് ദൈവമായിട്ട് ഇടപെടേണ്ടതും ദൈവമായിട്ട് എങ്ങനെ ജീവിക്കേണ്ടതും എങ്ങനെയാണ് സാധാരണ നിലയിൽ, അല്ലാതെ ഒത്തിരി സാങ്കേതികമല്ല, ഒരു പാവപ്പെട്ട മനുഷ്യൻ അവൻ്റെ ജീവിതാവസ്ഥകളിൽ എങ്ങനെയാണ് ദൈവത്തോട് ലളിതമായി ദൈവത്തെ ആധ്യാത്മികമായി ജീവിക്കുക, അതൊക്കെ കുടുംബത്തിൽ നിന്ന് പഠിച്ചതാണ്. അപ്പോൾ അതെനിക്ക് കൾച്ചറായിട്ട് എൻ്റെ ഉണ്ട്. അപ്പം അതുകൊണ്ട് എനിക്കെൻ്റെ മനസ്സിൽ വന്നപ്പോഴും എൻ്റെ അപ്പൻ എന്നോട് പറയുമായിരുന്നു, നീ മിഷണറി ആകണം കേട്ടോ, മിഷണറി ആകണമെന്ന് പറയും. അപ്പനും മിഷണറിയോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് മിഷണറി. അപ്പോൾ അപ്പൻ പക്ഷേ എന്നെ മിഷണറി ആക്കാൻ ദൈവത്തിന് അത്രയ്ക്ക് താല്പര്യമില്ല. അതുകൊണ്ട് അപ്പൻ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ സെമിനാരിൽ ചേരണത്. അപ്പം ഞാൻ ഇടവക വൈദികനായിട്ടാണ് ചേർന്നതെങ്കിലും എൻ്റെ മനസ്സിലുണ്ട്, ഞാൻ പഠിച്ചത് കാലങ്ങളിലെല്ലാം മിഷനെക്കുറിച്ചാണ് കേട്ടിരിക്കുന്നത്. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇവിടുന്ന് ഇപ്പോഴും അങ്ങനത്തെ ജീവിച്ചിരിപ്പുണ്ട്. മരിയാനേശ്വരം വെച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. പ്രായം വലിയ കുഴപ്പമില്ലാതിരിപ്പുണ്ട്, ഇപ്പോഴും പ്രായമായി. അപ്പം അദ്ദേഹം വന്ന് ബോർഡിലിങ്ങനെ എഴുതും, ലോകം, അതായത് നിങ്ങൾ ലോകം മുഴുവനും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുകയും. അതുതന്നെയാണ് യേശുദാസച്ചനും അങ്ങനൊരു അച്ഛനും മരിച്ചുപോയി. അന്ന് എൻ്റെ 8ാം ക്ലാസ്സിൽ വന്ന് ബോർഡ് എഴുതിയിടും, ഒരു ക്ലാസ് മിഷണറീസിൻ്റെതാണ്. അപ്പോൾ അന്നേ ഞാൻ എൻ്റെ തീരുമാനിച്ച് മിഷനാണ് ഏറ്റവും വലുതെന്ന്. മിഷൻ, ഞാനിപ്പോഴും നിങ്ങളോട് മിഷനെക്കുറിച്ചല്ലേ പറയണത്. നമ്മളിവിടെ വരെ എത്തിയതും മാതാവ്, ഞാൻ ഒരു മിഷണറി അല്ലായിരുന്നെങ്കിൽ മാതാവ് പ്രത്യക്ഷപ്പെടേണ്ട ഒരു കാര്യമില്ല. ഞാൻ മിഷണറി ആയതുകൊണ്ടാണ് പ്രത്യക്ഷപ്പെട്ടത്. നിങ്ങളൊക്കെ മിഷണറി അല്ല. ഇപ്പം കൃപാസനം പത്രത്തെക്കുറിച്ചല്ലേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സാക്ഷ്യങ്ങൾ വരണത്. പത്രം വിതരണം ചെയ്യുമ്പോഴും അത് ആൾക്കാരിപ്പോൾ വിശദീകരിച്ചല്ലേ കൊടുക്കണത്. അവരുടെ അനുഭവങ്ങൾ കൃപാസനം പത്രത്തിൽ
അവർക്ക് കിട്ടിയ മറിയൻ അനുഭവങ്ങൾ പറഞ്ഞിട്ടാണ് അവർ പത്രം കൈമാറുന്നത്. നിന്ന് പറയണവരൊക്കെ ഉണ്ട്, വഴിയോ ആളെ പിടിച്ചു നിർത്തി പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് അവരും മിഷണറിമാരായി. അവരിലൂടെ എത്ര പേരാണ് നിങ്ങളിലൂടെ കഴിഞ്ഞ ദിവസം പറഞ്ഞ് ഞാനൊരു 100 പേരെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചിട്ടുണ്ട്. സാക്ഷി പറഞ്ഞാണ്, ഞാനൊരു 100 പേരെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ 100 ആത്മാക്കളുമായിട്ട് അവർക്ക് ദൈവദൃശ്യത്തിൻ്റെ ഒരു ആസ്തിയായി. നമ്മുടെ ആസ്തി എന്ന് പറയണത് എത്ര പേരെ ദൈവത്തിന് വേണ്ടി നമ്മൾ നേടി, അതാണ് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ദൈവം അംഗീകരിക്കണ സാക്ഷ്യം. നിങ്ങൾ പറയണത് ദൈവത്തെ കൊണ്ട് എന്ത് നേടിയെന്നല്ലേ നിങ്ങൾ പല ആൾക്കാരും പറയണത്. അത് പറയേണ്ടെന്നല്ല ഞാൻ പറയണത്. പക്ഷേ ദൈവത്തിന് പ്രയോജനമുള്ളത് ദൈവത്തെ എത്ര പേര് ദൈവത്തിന് വേണ്ടി നമ്മൾ നേടിയെന്നാണ്. അത് ഭയങ്കരമായൊരു സംഭവമാണ്. ഇപ്പം ദൈവത്തിന് വേണ്ടി നേടി എങ്കിൽ ഇപ്പം നിങ്ങളുടെ മക്കൾ നിങ്ങൾ പറയണത് അനുസരിക്കണില്ലെന്ന് വിചാരിച്ചോ, നിങ്ങൾ സങ്കടപ്പെടരുത്. കാര്യം പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അച്ഛാ, അമ്മ ജീവിച്ചിരുന്ന കാലത്ത് അമ്മയുമായിട്ട് ഗുസ്തിയായിരുന്നു, പക്ഷേ അമ്മ ചെയ്യണതെല്ലാം ശരിയാണെന്ന് എനിക്കറിയാമായിരുന്നെന്ന്. അതവർ കണ്ണു നിറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ മരിച്ച് 10-12 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും എന്നെപ്പോലുള്ള ആൾക്കാരെ കാണുമ്പോൾ അവർ പറയണത്, അമ്മ ചെയ്യണതെല്ലാം ശരിയാണെന്ന് എനിക്കറിയാമായിരുന്നു, അമ്മ അത്രയ്ക്ക് തങ്കപ്പെട്ട സ്ത്രീയായിരുന്നു. പക്ഷേ നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരിക്കലും നിങ്ങളോട് അവരത് പറയത്തില്ല. നിങ്ങൾ ജീവിക്കുന്ന കാലത്ത് അവർക്ക് താല്പര്യങ്ങൾ വേറെ ആരും നിങ്ങളവിടെ ഗുസ്തി വെക്കുകയുള്ളൂ. അപ്പോൾ ഗുസ്തി വെക്കുമ്പോഴും എൻ്റെ മകൻ വഴിപിഴച്ച് പോയില്ല എന്നൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. അവൻ്റെ മനസ്സിൽ നിങ്ങളുണ്ട്. നന്മകൾ ഒരിക്കലും താനേ കെട്ടുപോകത്തില്ല. അതായത് അവരുടെ മനസ്സ് നിങ്ങൾ തോറ്റു, എൻ്റെ മകളെ വിശുദ്ധിയിലേക്ക് നയിക്കാൻ ഞാൻ തോറ്റുപോയി എന്ന് നിങ്ങൾ പറയരുത്. കാരണം അവളുടെ പ്രായത്തിൻ്റെത് കൊണ്ടും പിന്നെ കൂട്ടുകാരുടെ സമ്മർദ്ദം കൊണ്ടും ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനമൊക്കെ ഉണ്ടായതിൽ നിങ്ങളെ നിഷേധിച്ചല്ലത്, നിങ്ങളുടെ ആ മനസ്സിൽ. അപ്പോഴും നിങ്ങൾ നിങ്ങൾ ചാടിത്തുള്ളി അവിടെ കടുത്തേക്ക് കയറാൻ ഒന്നും പോയിട്ട് കാര്യമില്ല. ശാന്തമായി സൗമ്യമായി പ്രാർത്ഥിക്കുക. ഈ സൗമ്യത എന്ന് പറയുന്നത് ഒരു സാക്ഷ്യമാണ്. എനിക്ക് ഭയങ്കര പാടാണ് സൗമ്യത. ഞാൻ പിന്നെ കുറേ പാടവും. കാര്യം ഞാൻ ബേസിക്കായിട്ടതിന് ആദ്യം പോലും ഇങ്ങനെ പെട്ടെന്ന് ചൂടാണ് ആളായ കാരണം അതെനിക്കറിയാം. അതുകൊണ്ട് എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചൂട് 2 മിനിറ്റേ നിൽക്കത്തുള്ളൂ. നിങ്ങളത് ഞാൻ ചൂടാകണ പാർട്ടിയാണ്, പക്ഷേ എൻ്റെ ചൂട് 2 മിനിറ്റ് അല്ല 3 മിനിറ്റ്. ഇപ്പോൾ ഇവിടെ എൻ്റെ സ്റ്റാഫ് കണ്ടില്ല, 30 കൊല്ലം 20 കൊല്ലം ഒക്കെ ഉള്ള ആൾക്കാരുടെ കൂടെ നിൽക്കണില്ലേ. ഞാൻ മോശക്കാരനാണെങ്കിൽ അവർ നിൽക്കത്തില്ല. അപ്പം അവർക്ക് എൻ്റെ സ്വഭാവം പിടികിട്ടി. ചുമ്മാ 5 മിനിറ്റ് അഭ്യാസമേ ഉള്ളൂ. അത് കഴിയുമ്പോൾ അച്ഛൻ ഓക്കെ ആവുമെന്നത്, അച്ഛൻ പിന്നെ ചേർത്ത് പിടിക്കുമെന്ന് അവർക്കറിയാം. അതിൻ്റെ വീട്ടിലും അങ്ങനെയല്ല നമ്മൾ ചെയ്യണത്. മക്കളോട് ചൂടാവും, പക്ഷേ എന്നാലും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തന്നെ ചേർത്ത് പിടിക്കും. ഇപ്പം എന്താ വെച്ചാൽ സൗമ്യത ഒരു ഭയങ്കരമായ സുവിശേഷ സാക്ഷ്യമാണ്. ഇപ്പം നിങ്ങളീ പറയണ സാക്ഷ്യത്തിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ മോസസിനെ എന്തുകൊണ്ടാണ് ലീഡറാക്കിയത്? ഒരു പ്രേക്ഷിതനാണ്. മോസസ് ഒരു ശക്തനായ പ്രേക്ഷിതനല്ലേ? എന്തുകൊണ്ടാണ്? ഈ സൗമ്യത കൊണ്ടാണ്. സൗമ്യത എന്ന് വെച്ചാൽ ഭയങ്കരമായ ഇപ്പം എന്താണ് സൗമ്യത എന്ന് പറയണത്? ഇപ്പം 12 എടുത്ത മോളെ, സംഖ്യ 12:3. മോശ. സംഖ്യ 12:3. പറഞ്ഞ മക്കളെ, മോശ ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരിലും വെച്ച് സൗമ്യനായിരുന്നു. ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിന് ആകർഷിച്ചിട്ടുള്ള വചനമാണിത്. മോശ ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരിലും വെച്ച് സൗമ്യനായിരുന്നു. സൗമ്യത എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് കുറേ കണ്ടൻ്റ് ഉണ്ട്. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ബേസിക് കണ്ടൻറ്റ്, ഇപ്പോൾ കേക്കിൻ്റെ ബേസിക് കണ്ടൻറ്റ് എന്താണ്? കേക്ക്, ഹൽവ, ബേസിക് കണ്ടൻറ്റ് മൈദ എന്തോ ആണല്ലേ? അതാണ് ബേസിക് കണ്ടൻറ്റ്. പിന്നെ നിങ്ങൾ അതിൻ്റെ അകത്ത് പല കാര്യങ്ങളൊക്കെ ചേർക്കും, ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കും. പാല് ചേർക്കും ചിലർ ഹൽവയിൽ, ചിലർ ഇതുപോലെയുള്ള സ്ട്രോബെറി പോലെയുള്ള ഫ്ലേവർ ചേർക്കും. അങ്ങനെ പല പല സംഭവങ്ങൾ ചേർക്കുമെങ്കിലും ബേസിക്കായിട്ട് ഈ സംഭവം മൈദ. അത് എന്ന് പറഞ്ഞ പോലെ ഈ സൗമ്യതയുടെ ബേസിക് കണ്ടൻറ്റ് സ്നേഹമാണ്.
ഉടമ്പടിക്കാലം ഉടമ്പടി തന്നെ നിലനിൽക്കുന്നത്, അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തിലാണ്. അപ്പം തന്നെ ഉടമ്പടി എടുക്കുന്നവർ അന്ന് മുതൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ സാക്ഷികളാണ്. ഉറപ്പല്ലേ? നിൻ്റെ ഭർത്താവിന് സംശയമുണ്ടാകാം, ഭാര്യയ്ക്ക് തോന്നിവാസ ജീവിതം ഉണ്ടാകാം. പക്ഷേ വെൻ വി കം ടു ദി കവനൻറ്റ്, പിന്നെ നീ കാണിക്കേണ്ട അടിസ്ഥാന പെരുമാറ്റക്രമങ്ങളുണ്ട്. അതിലൊന്നെന്താണ്? സ്നേഹമാണ്. സ്നേഹം. പ്രാർത്ഥിക്കുക. കർത്താവേ, എന്നെ അങ്ങയുടെ സ്നേഹത്തിന്റെ സാക്ഷിയാക്കണമേ. എപ്പോഴും ആധ്യാത്മിക ജീവിതം പുരോഗമിക്കുന്നത് കുഞ്ഞു പ്രാർത്ഥനകളിലൂടെയാണ്. അതിന് സഭയിൽ സുഹൃത ജപം എന്ന് പറയും. സുഹൃത ജപം ഇപ്പോൾ ആർക്കും അറിയത്തില്ലത്. പഴയ വടക്കമാസ പുസ്തകത്തിലുണ്ട് സുഹൃത ജപം. കുഞ്ഞു പ്രാർത്ഥനകൾ എത്രയും ഇപ്പോൾ എൻ്റെ അമ്മേ, ഇപ്പോൾ എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ, അത്രയേ ഉള്ളൂ. വെനാട് പുണ്യാളൻ്റെ സുഹൃത ജപം അത്രയേ ഉള്ളൂ. എന്താണ്? എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ. തീർന്നു. അതിൻ്റെ അകത്ത് അതിനേക്കാൾ വലിയ പ്രാർത്ഥന എന്തുണ്ട്? എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ. തീർന്നു. ചില സമയത്ത് നമുക്ക് ഒത്തിരി വാക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ലേ? ഇപ്പോൾ കൊച്ചിനെ പട്ടി കടിച്ച് അവനെ ആശുപത്രിയിൽ കൊണ്ടുവന്നപ്പോൾ എടുത്തില്ലെന്ന് പറയുമ്പോൾ അതിപ്പോൾ എപ്പട്ടിയാണെന്ന് കേൾക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥനയാണ്. എൻ്റെ അമ്മേ, ആശ്രയം പോയി, വൈദ്യശാസ്ത്രത്തിന് ആശ്രയം പോയി, ജില്ലാ ആശുപത്രി കൊണ്ടുവന്നിട്ട് എടുത്തില്ല കൊച്ചിനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പറഞ്ഞിരിക്കുകയാണ്. വൈദ്യശാസ്ത്രത്തിൽ നമുക്ക് ആശ്രയിക്കാൻ പറ്റത്തില്ല. പിന്നെ എന്താണ്? എൻ്റെ അമ്മേ, എൻ്റെ. പരീക്ഷയ്ക്ക് റിസൾട്ട് നോക്കുമ്പോൾ, കമ്പ്യൂട്ടർ റിസൾട്ട് നോക്കുമ്പോഴും നിങ്ങൾ തോറ്റൊന്ന് കണ്ടു കഴിഞ്ഞാൽ അയ്യോ എന്ന് പറഞ്ഞത് ബോധം കണ്ടു വിടേണ്ട. എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ. എന്താ കാര്യം? എൻ്റെ സ്വന്തം കഴിവിലുള്ള എൻ്റെ ആശ്രയം ഞാൻ രാജിവെക്കുന്നു. ഇനി ഇത് വർക്ക് ചെയ്യണത് നോട്ട് ബൈ മെറിറ്റിലായിരിക്കും. എൻ്റെ മക്കളെ, ഇതിൻ്റെ എന്താ വിഷയം എന്ന് പറയുക, ഇപ്പോൾ ഒരു മെറിറ്റ് പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം നിങ്ങളെപ്പോഴും അങ്കലാപ്പം, ഞാനായാലും നിങ്ങളായാലും. അപ്പം നമ്മൾ തോക്കുക, ജയിക്കുക, അങ്ങനെ ജയിച്ചും തോറ്റുമൊക്കെയാണ് നമ്മൾ ഇവിടെ എത്തിയത് അല്ലേ? ജയിച്ചും തോറ്റുമൊക്കെയാണ് എത്തിയത്. അപ്പം തോക്കുക എന്ന് പറഞ്ഞ ഒരു കാര്യം, തോക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കഴിവ് അവിടെ പരാജയപ്പെട്ടെന്നല്ലേ? അത് സുവിശേഷമല്ലേ? എന്താണ്? നമ്മുടെ കഴിവ് പോയാൽ പിന്നെ എന്താണ്? നോട്ട് ബൈ മെറിറ്റ് എന്നല്ലേ എൻ്റെ അർത്ഥം, ബട്ട് ബൈ ഗ്രേസ്. അത് നമ്മൾ തോറ്റു എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ സന്തോഷിക്കണം. എന്താണ്? ഇനി എൻ്റെ കഴിവ് കൊണ്ട് ഇത് നടക്കത്തില്ല. ഇനി ആരാണ്? പക്ഷേ നിങ്ങളൊരു നിരീശ്വരവാദിയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം അവിടെ ഫുൾ സ്റ്റോപ്പാകും. നിങ്ങൾ ഈശ്വര വിശ്വാസിയായുള്ള ഗുണം എന്താണ്? നിങ്ങളുടെ മെറിറ്റ് തീർന്നാൽ ഇനി കർത്താവിൻ്റെ ഊഴമാണ്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഇനി ഗ്രേസ് വരേണ്ട കാലമാണ്. അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ 2 പ്രാവശ്യം തോറ്റു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങളുടെ ഗ്രേസ്, നിങ്ങളുടെ മെറിറ്റ് സീറോയാണ്, സീറോ മെറിറ്റിലാണ്. ഇനി എന്തെങ്കിലും സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കണം, അല്ലേ? ഇപ്പോൾ ദൈവത്തെക്കുറിച്ച് എന്താ പറയണത്? അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന 4:2 എടുത്തവനെ ഹെബ്രായർ 2:4 അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, പല വിധത്തിലുള്ള ശക്തമായ പ്രവൃത്തികൾ എന്നിവ കൊണ്ടും തന്റെ ഇഷ്ടത്തിനൊത്ത് പരിശുദ്ധാത്മാവിനെ ദാനം ചെയ്തുകൊണ്ടും ദൈവം തന്നെ ഇതിന് സാക്ഷ്യം നൽകിയിരിക്കുന്നു. അപ്പൊ നമുക്ക് ലഭിക്കുന്ന അത്ഭുതങ്ങളില്ലേ, അടയാളങ്ങൾ എന്തിൻ്റെയാണ്? ദൈവത്തിൻ്റെ സാക്ഷ്യമാ. പിടിയിടില്ലേ? അത്ഭുതങ്ങൾ, അടയാളങ്ങൾ. പറഞ്ഞേ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ. ഹെബ്രായർ 2:4 അത്ഭുതങ്ങൾ, അടയാളങ്ങൾ. പറഞ്ഞേ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, പലതരത്തിലുള്ള വീര്യപ്രവൃത്തികള്. അതുകൊണ്ട് ദൈവം തന്നെ സാക്ഷ്യം നൽകിയിരിക്കുന്നു. അപ്പൊ നമ്മുടെ വിശ്വാസത്തിന് ദൈവം നൽകുന്ന സാക്ഷ്യങ്ങളാണ് അത്ഭുതങ്ങൾ. കൃപാസന പത്രത്തിൻ്റെ മുകളിൽ 8 നടുക്കുള്ള പേജ് കണ്ടിട്ടില്ല? അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, പലതരത്തിലുള്ള വീര്യപ്രവൃത്തികളെന്ന്. പലതരത്തിലുള്ള വീര്യപ്രവൃത്തി, അത്ഭുതങ്ങളും അടയാളങ്ങളും പലതരത്തിലുള്ള വീര്യപ്രവൃത്തികളെന്ന് പറയുമ്പോഴേ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയുമാണ്.
പലതരത്തിലുള്ള വീര്യപ്രവൃത്തികളാണ്. അത് രോഗം മാത്രമല്ല, നമ്മുടെ വിദ്യാഭ്യാസ മേഖല, ജോലി മേഖല, ജീവിത മേഖല എല്ലാം പലതരത്തിലുള്ള വീര്യപ്രവൃത്തി. ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വിളിക്കുന്നത് വീര്യപ്രവൃത്തി എന്നാണ് വിളിക്കുന്നത്, ശക്തിപ്രവൃത്തികളെ. കാര്യം ദൈവം ശക്തി ആയതുകൊണ്ട് പലതരത്തിലുള്ള ശക്തിക്ക് പ്രവർത്തനങ്ങളുണ്ടാവും. ദൈവം ആരാണ്? ശക്തിയാണ്. ഒരു വ്യക്തി എന്നതുപോലെ തന്നെ ദൈവം ശക്തിയാണ്. അത് 1 കൊരിന്ത്യൻസിലെ 1:24 വായിച്ച് ശ്രുതികടെ ഹല്ലേലൂയ. 1 കൊരിന്തോസ് 1:24. 1 കൊരിന്തോസ് 1:24. വിളിക്കപ്പെട്ടവർക്ക് യഹൂദരോ ഗ്രീക്കുകാരോ ആകട്ടെ ക്രിസ്തു ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ജ്ഞാനവുമാണ്. ദൈവത്തിന്റെ ശക്തിയാണ് ക്രിസ്തു. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങളിൽ പലതരത്തിലുള്ള ശക്തിപ്രവർത്തനങ്ങൾ വരും. ക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് പലതരത്തിലുള്ള ശക്തിപ്രവർത്തനങ്ങൾ കൊണ്ടാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു, ഒരു മോളുടെ സാക്ഷ്യമാണ്. അപ്പോൾ അവൾ 150 മാർക്ക് ആണ് ജയിക്കാൻ വേണ്ടത്. അപ്പോൾ അവൾ പല പ്രാവശ്യം തോറ്റു. അപ്പോൾ അവളുടെ അമ്മ പറഞ്ഞു, അടുത്ത പരീക്ഷയ്ക്ക് നിനക്ക് കിട്ടാൻ പോണ മാർക്ക് 170 അപ്പോൾ അവൾ പറഞ്ഞ്, ഞാൻ 170 മാർക്കിന് എഴുതിയിട്ടില്ലല്ല. അതല്ലേടി, ഒരു കണക്കുണ്ട്. അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ട് 20 കൊല്ലമായി. അപ്പം നീ 150 മാർക്കിന് എഴുതിയില്ലേ, അതിൻ്റെ പ്ലസ് ഇവിടെ 20, 170. അത് വിശ്വാസത്തിൻ്റെ കണക്കാണ്. അത് വിശ്വാസത്തിൻ്റെ കണക്കാണ്. അത് നമ്മൾ പറയുന്ന കണക്കല്ല, ബുദ്ധിയുടെ കണക്കല്ലത്. അമ്മയുടെ കണക്കെന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ കണക്കാണ്. കണക്ക് 2 തരം ഉണ്ടാവുകയും, ബുദ്ധിക്കൊരു കണക്കുണ്ടാകും, റീസൺ എന്ന് പറയും. റീസൺ പോലെ തന്നെ ഡിവൈൻ റീസൺ എന്ന് പറയുന്നത് അതിൻ്റെ സോഴ്സ് ഹാർട്ടാണ്. ഡിവൈൻ റീസണിൻ്റെ സോഴ്സ് തലച്ചോറല്ല, ഹാർട്ടാണ്. അവിടെ പ്രവർത്തിക്കണം. അപ്പം അമ്മ എന്താ പറയണത്? അമ്മ പറഞ്ഞു കൊടുക്കുന്നത്, നിനക്കിട്ടിരിക്കണ മാർക്ക്, കിട്ടാൻ പോണ മാർക്ക് 170. അപ്പോൾ ഞാൻ 150 മാർക്കല്ലേ എഴുതിയിട്ടുള്ളൂ, പിന്നെ എങ്ങനെ 170 മാർക്ക്, എന്ത് വട്ടാണ് ഈ പറയണമെന്ന് പറയും. അത് വട്ടാകും, ചിലപ്പം ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നവർക്ക് വട്ടാവും. പക്ഷെ അമ്മയ്ക്കൊരു ബുദ്ധിയുണ്ട്. അതെന്താണ്? ദൈവമായിട്ടുള്ള ബന്ധമാണ് അമ്മയുടെ ബുദ്ധി. നമ്മളെ മനസ്സിലായില്ലേ? ദൈവമായിട്ടുള്ള കാര്യം. അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ട് 20 കൊല്ലമായി. അപ്പം നീ എഴുതിയിരിക്കണം 150 മാർക്കിന്. 150 × 20 70, 170. അതാണ് നിനക്ക് കിട്ടാൻ പോണ മാർക്ക്. അപ്പോൾ മാർക്ക് നോക്കിയപ്പോൾ, മാർക്ക് കിട്ടിയപ്പോൾ 170 കറക്റ്റ്. അതായത് നമ്മൾ വിശ്വസിച്ചു അതിൻ്റെ അകത്ത് കളങ്കമില്ല എന്ന് കണ്ടാൽ ദൈവത്തിന് ആ വിശ്വാസത്തെ ഹോണർ ചെയ്യേണ്ടി വരും. അതാണ് വിശ്വാസത്തിൻ്റെ വിഷയം. നമ്മൾ വിശ്വസിച്ചതിനെ അതിൻ്റെ അകത്ത് കളങ്കമില്ല എന്ന് കണ്ടാൽ വിശ്വാസത്തിലുണ്ടാകുന്ന വിഷയം കളങ്കമാണ്. നമ്മൾ സംശയം എന്ന് പറഞ്ഞാലും വിശ്വാസ കളങ്കം എന്നാണ് അതിൻ്റെ പേര്. വിശ്വാസത്തിൽ സംശയം പാടില്ല, പിന്നെ അത് വിശ്വാസമല്ലല്ലോ. സംശയം ഉണ്ടെങ്കിൽ കളങ്കിത വിശ്വാസം എന്ന് ഞാൻ പറയത്തുള്ളൂ. വിശ്വാസത്തിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? കളങ്കിത വിശ്വാസം. ഇപ്പോൾ ചില ആൾക്കാർ പറയില്ലേ, കളങ്കിത പണക്കാരെന്നൊക്കെ പറയത്തില്ലേ? എന്നുവെച്ചാൽ ഗവൺമെൻറ്റിന് കൊടുക്കുന്നത് ദൈവത്തിന് ഗവൺമെൻറ്റിന് കൊടുക്കാതെയൊക്കെ നികുതി വെട്ടിക്കുന്ന ആൾക്കാരുടെ കയ്യിലിരിക്കുന്ന പണമാണ് കളങ്കിത പണം. അപ്പോൾ അതുപോലെ ഓരോ കാര്യം കളങ്കിത ഒന്ന് ചേർത്ത് പറയും. അതായത് ഇതുപോലെ വിശ്വാസത്തിൽ സംശയം വന്നാൽ കളങ്കിത വിശ്വാസം എന്ന് പറയും. ഇപ്പം കളങ്കിത വിശ്വാസം അല്ലാതെ ഈ അമ്മയുടെ വിശ്വാസം എന്ന് പറയുന്നത്, എൻ്റെ മകൾ രക്ഷപ്പെടാൻ അവൾ പഠിച്ച വിഷയം ഇതാണ്. ഒന്നെങ്കിൽ ഇതുകൊണ്ട് തീരും, അല്ലെങ്കിൽ ഇതിനെ അതിജീവിക്കാൻ അവൾക്ക് മെറിറ്റില്ല. പിന്നെന്താണ്? അവൾക്കുള്ളത് നിൻ്റെ ഗ്രേസാണ്. അതുകൊണ്ട് അവളുടെ മാർക്ക് നിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്താൻ വേണ്ടി അത് ഞാൻ 20 ചേർത്ത് വിളിക്കണം. നീ ഇതുകൊണ്ട് പരീക്ഷിക്കൊന്നും ചെയ്യരുത് കേട്ടോ, മാതാവിനെ പരീക്ഷിക്കരുത്. അത് അവരുടെ നിഷ്കളങ്കതയിൽ നിന്ന് അവർ കാണിച്ച ഒരു എക്സ്പ്രഷനാണ്. അത് ചിലപ്പോൾ അവരുടെ കോട്ട് നമുക്ക് പാകമാകത്തില്ല, മനസ്സിലായില്ലേ? അപ്പോൾ ഇതുകൊണ്ട് പരീക്ഷിക്കാൻ വേണ്ടി പറയണമല്ല, മറിച്ച് അവരെ നിഷ്കളങ്കമായിട്ട് അവർ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കി.
എന്താണ്? മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ 20. അപ്പോൾ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൽ അവർ വിശ്വസിക്കുന്നു. അതല്ല വിഷയം, അതാണ് 20 ചേർത്തത്. മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൽ അവർ വിശ്വസിക്കുന്നു. മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൽ അവർ വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ ബോള് മാതാവിൻ്റെ കോർട്ടിലായി. ആ പ്രത്യക്ഷീകരണം സത്യമായതുകൊണ്ട് അത് സ്ഥിരീകരിക്കേണ്ട ബാധ്യത അമ്മയ്ക്കാണ്. അതുകൊണ്ട് എന്ത് ചെയ്ത് ആ കറക്റ്റ് പറഞ്ഞ് 21 അല്ല 19 അല്ല, കറക്റ്റ് 170. അത് ഓരോ വിശ്വാസികൾ നേടിയെടുക്കുന്ന നിഷ്കളങ്കമായ സ്വകാര്യമായ നേട്ടങ്ങളാണ്. അപ്പം ചിലപ്പോൾ അത് എല്ലാവർക്കും അത് ബാധകമാകത്തില്ല, അത് ജനറലൈസ് ചെയ്യാൻ പറ്റത്തുമില്ല. വ്യക്തിപരമായ സ്വകാര്യ അനുഭവങ്ങളാണ്. ചില സ്വകാര്യ അനുഭവങ്ങൾ നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ജനറലൈസ് ചെയ്യാവുന്ന സ്വകാര്യ അനുഭവങ്ങളുണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളൊരു സാക്ഷ്യം ഉണ്ടായത് സുനിൽ എന്നും പറഞ്ഞ സഹോദരൻ്റെ സാക്ഷ്യമാണ്. അവർ കല്ലമ്പലം, അതെവിടെയാണ്? തിരുവനന്തപുരം. തിരുവനന്തപുരത്തെ കല്ലമ്പലത്തിൽ നിന്ന് അവരുടെ പേര്, ഭാര്യയുടെ പേര് ബീന, ഭർത്താവിൻ്റെ പേര് സുനിൽ എന്നാണ്. ഇത് ഈ ആഴ്ചയിൽ നല്ല നല്ല ഒത്തിരി സാക്ഷ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നെ ബാധിച്ച സാക്ഷ്യം ഇതാണ്. എന്നെ ബാധിക്കണം എന്നാണ് ഞാൻ പറയണത് എപ്പോഴും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വലിയ ഒരു നമ്മുടെ ബുദ്ധിയൊക്കെ എപ്പോഴും ഇങ്ങനെ ഭ്രമിപ്പിച്ചുകൊണ്ടേയിരിക്കും. സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇതാണ്: ഒരു വീട്ടിൽ ഒരു അജ്ഞാതമായ ജനിതക രോഗം, ഒരേ രോഗം വന്ന് ആ വീട്ടിൽ 5 പേര് മരിച്ചു. 5 പേര് മരിച്ചെന്ന് പറയണത് രോഗം ഇതാണ്. ഒരു 45 വയസ്സാകുമ്പോൾ ആ വീട്ടിലുള്ള ഈ മരിച്ച 5 പേർക്കും അങ്ങനെയാണ്. 45 വയസ്സാകുമ്പോൾ അവിടെ ഒരു ഞരമ്പ് ശോഷിക്കാൻ തുടങ്ങും. തലഞ്ഞരമ്പേ, തലയിലകത്തുള്ള ഞരമ്പ് ശോഷിക്കാൻ തുടങ്ങും. അപ്പോൾ രക്തോട്ടം കുറയും. അപ്പോഴൊന്ന് കൈയും കാലും ഇങ്ങനെ ശോഷിക്കും, എന്നിട്ടിങ്ങനെ വളയും, എന്നിട്ട് ആളെ കിടപ്പാവും. 45 വയസ്സ്, എന്നിട്ട് 52 വയസ്സാകുമ്പോൾ മരിക്കും. അതാണ് കണക്കാണ്. 45 വയസ്സ് രോഗം ആരംഭിക്കും, 52 എന്നിട്ട് അവിടെ വച്ച് കിടന്നിട്ട് 5 വയസ്സ് കിടന്നിട്ട് 52 വയസ്സാകുമ്പോൾ ഇവർ മരിക്കും. അപ്പം അതൊരു കണക്കാണ്. അപ്പം അങ്ങനെ 5 പേര് ആ വീട്ടിൽ മരിച്ച്. 6ാമത്തെ ആളായിട്ടാണ് സുനിലിന് ഈ രോഗം പിടിക്കണത്. സുനിലിന്. അപ്പോൾ സുനിലും ഇതുപോലെ തലഞ്ഞരമ്പ് ശോഷിക്കാൻ തുടങ്ങി. ആൾ കിടപ്പായപ്പോൾ അവർ വന്ന് ഭാര്യ വന്ന് ഉടമ്പടി എടുത്ത് ഭർത്താവിന് കൊണ്ടുപോയി ഉടമ്പടി തൈലമൊക്കെ അപ്ലൈ ചെയ്തു. അയാൾ പതുക്കെ എഴുന്നേറ്റ് വന്ന് അയാൾ ജോലിക്ക് പോയി. 3 കൊല്ലം ജോലിക്ക് പോയി. അപ്പോൾ അയാളത് സാക്ഷ്യം പറയേണ്ട ഒരു കാര്യമായിട്ട് എടുത്തില്ല. അതാണ് വിഷയം. ചില ആൾക്കാർക്ക് എങ്ങനെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, ആലപ്പുഴ വന്ന് പണിമടിക്കരുതെന്ന് പറയുന്നത് എൻ്റെ കാര്യം വെച്ചാൽ, ചില ആൾക്കാർ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പതുക്കിക്കളയും. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കത്തില്ല അവർ. അപ്പോഴെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് മൂടി വെക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഈ കാണിച്ച കൃതജ്ഞത കാണിച്ചിരിക്കണില്ലേ, അപ്പോൾ അതൊക്കെ പ്രൊട്ടക്ഷൻ പോകും, സംരക്ഷണം പോകും. ദൈവത്തിന് കർത്താവ് വന്നപ്പോൾ ദൈവത്തിനുള്ള ദൈവത്തിനും സീസറിനുള്ളത് സീസറിനും. അപ്പം നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ അത് ദൈവം മഹത്വപ്പെടാൻ വേണ്ടിയുള്ളതാണ്. കാര്യം ഹെബ്രായർ 2:4 അനുസരിച്ചുകൊണ്ട് പല വിധത്തിലുള്ള ശക്തിപ്രവർത്തികളിൽ ഒന്നാണ് ഇയാൾക്ക് കിട്ടിയിരിക്കുന്നത്. അത്ഭുതങ്ങളും അടയാളങ്ങളും പലതരത്തിലുള്ള ശക്തിപ്രവർത്തനങ്ങളും അതിലൊന്നാണ് ഇയാൾക്ക് കിട്ടിയിരിക്കുന്നത്. ഇയാൾ രക്ഷപ്പെട്ടു കഴിഞ്ഞപ്പോൾ അത് സ്വാഭാവികമായ രക്ഷപ്പെടലാണെന്നൊക്കെ പറഞ്ഞാണ്ട് ഇയാൾ മഹത്വം കൊടുക്കാതെ അയാൾ ജോലിക്ക് പോയി. പിന്നെ 3-ാം കൊല്ലം അയാൾ അതുപോലെ തന്നെ വെട്ടിയിട്ട തടി പോലെ ആൾ വീണ് പഴയ രോഗം തിരിച്ചു വന്ന്. അപ്പോൾ സാക്ഷ്യം പറയാതിരിക്കുന്നവർക്കെല്ലാം പഴയ അസുഖം തിരിച്ചു വരുമെന്ന് ഞാൻ പറയത്തില്ല. അതിൻ്റെ 3 ഇരട്ടിയായിട്ട് വേറെ പണികളൊക്കെ തിരിച്ചു വരും, ഒരു സംശയമില്ല.
സാക്ഷ്യം പറയാതിരിക്കുന്ന ആൾക്കാർക്ക് പഴയ അസുഖം തിരിച്ചു വരുമെന്ന് ഞാൻ പറയത്തില്ല. അതിൻ്റെ പല പല വെറൈറ്റി തിരിച്ചു വരും. എന്താ കാര്യം എന്നറിയാവോ? അതിൻ്റെ കാരണം നിങ്ങൾ സാക്ഷ്യം ദൈവത്തിന് മഹത്വം കൊടുക്കാത്തടത്തോളം കാലം നിങ്ങളാരായി? കടക്കാരായി മാറി. കടക്കാർക്ക് എന്താ സംഭവിക്കുന്നത്? പ്രൊട്ടക്ഷൻ പോയി. ദൈവവും നിങ്ങൾ തമ്മിലുള്ള റിലേഷനിൽ നിങ്ങളെ കടക്കാരായി നിൽക്കുന്നത്. അപ്പോൾ അതോടുകൂടി നിങ്ങളുടെ സംരക്ഷണം പോയി. ആർക്കും കയറി മേയാൻ പറ്റിയ അവസ്ഥയായി. വഴിയെ പോണ എല്ലാ വയ്യാവേലികളും സംരക്ഷണം പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, പ്രതിരോധ ശേഷിക്കെന്ന് പറയും. ദൈവസംരക്ഷണം പോയി കഴിഞ്ഞാൽ ആത്മീയ പ്രതിരോധം പോയി. നമ്മുടെ ശരീരത്തിന് പ്രതിരോധം പോയാൽ എന്ത് ചെയ്യും? വഴിയെ പോണ ജലദോഷക്കാരെല്ലാം പിടിച്ച് കയറി വന്നിട്ട് ന്യൂമോണിയ ആയിട്ട് മാറും. അതാണ് പ്രശ്നം. സാക്ഷ്യം പറയാതിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആത്മീയ പ്രതിരോധമാണ് പോണത്. പിന്നെ വീട്ടിൽ ഉണ്ടാക്കണ ചിലപ്പോൾ മിണ്ടി പറഞ്ഞിരിക്കുന്ന സമയത്ത് നിസ്സാര കാര്യം പറഞ്ഞ് ഉടക്കണം കണ്ടിട്ടില്ലേ? ചോറ് തിന്നുകൊണ്ടിരിക്കണ സമയമായിരിക്കും, ഊണ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും. അപ്പോൾ ഇപ്പം ഇന്ന് എല്ലാവരും ഉണ്ടല്ലോ. ആദ്യമായിട്ടാണ് എല്ലാവരും ഉള്ളത്. അപ്പം മകൻ പറയും, ഇപ്പം ഊണ് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് അമ്മ. അപ്പം അപ്പനും മക്കളും പെമ്മക്കളും അമ്മ എല്ലാം ഇരിപ്പുണ്ട്. അപ്പം അമ്മ പറയണത്, കുറേ ദിവസമായിട്ട് എൻ്റെ പ്രാർത്ഥന ഫലിച്ചെന്ന് തോന്നുന്നു. ആദ്യമായിട്ടാണ് എല്ലാവരും ഉള്ളത്. എൻ്റെ മകനെ വീട് വിട്ടിട്ട് കളിച്ചിട്ട് കാര്യമില്ല, ചുമ്മാ അമ്മ ഡയലോഗ് പാസ്സാക്കുകയാണ്. അപ്പം മകൻ പറയും, ചവത്തെ കൊത്തല്ല തള്ളയെന്ന് പറയും. ഊണ് കഴിക്കാൻ വരുമ്പോഴാണ് ഈ പരിപാടി എന്ന് പറയുമ്പോൾ, എന്താ നിനക്കെന്താ? ഞാൻ പറഞ്ഞപ്പോൾ കൊണ്ടാ നിനക്ക് അങ്ങനെ കൊള്ളണോടാ, നിനക്ക് കിട്ടത്തില്ല ഊണ് കഴിക്കാൻ പോലും. അപ്പാ ഞാൻ നിർത്തി അവൻ കിട്ടും പോയി. കണ്ട ഈ സാധനം വയ്യാവിലാണ്. കണ്ട ഈ കണ്ട സീൻസ് കണ്ടല്ലേ? തലയുടെ വായിൽ നിന്നൊരു സാധനം കഷ്ണം വീണതാണ്, അവൻ ഇട്ടും പോയി. അല്ലെങ്കിൽ നിനക്ക് തലക്ക് അസുഖമാണ്. പിള്ളേരുടെ സ്വഭാവം അറിയാൻ പാടില്ല. അപ്പം അപ്പൻ അമ്മോട് വഴക്കിടും, നിനക്ക് വല്ല അസുഖം ഉണ്ടാ, അവനിപ്പോൾ കണ്ട കഴിക്കാതിരിക്കണം കണ്ട. അപ്പോൾ ഒരു നിസ്സാര കാര്യമാണ് പറയണത്. പക്ഷെ പ്രൊട്ടക്ഷൻ ആ വീട്ടിലില്ല, സംരക്ഷണമില്ല. അത് കാരണം വഴിയേ പോണ വയ്യാവേലി വലിഞ്ഞു കയറി വന്ന കണ്ടല്ലേ വിരുന്ന് വരികയാണേ. വഴിയേ പോണ വയ്യാവേലി വലിഞ്ഞു കയറി വിരുന്ന് വരികയാണ്. അപ്പം ആദ്യം വേണ്ടത് പ്രൊട്ടക്ഷനാണ്. അതിനെന്ത് വേണം? അതിന് വേണ്ടത് ദൈവമായിട്ട് നല്ലൊരു സംരക്ഷണം, പ്രൊട്ടക്ഷനെ. നമുക്ക് ഇപ്പം ഒരാൾ പുറകിൽ നിന്ന് കുത്തിയാൽ നമുക്ക് തടുക്കാൻ പറ്റുമോ? ജീവിതത്തിൽ പുറകിൽ നിന്ന് കുത്തൊക്കെ ഒത്തിരി വരും, നമ്മളറിയാത്ത അപകടങ്ങളൊക്കെ വരും. അത് തടുക്കാൻ ദൈവത്തിനേ പറ്റത്തുള്ളൂ. നമുക്ക് പുറകിൽ കണ്ണ് തരാത്ത അതുകൊണ്ടാണ്. ദൈവത്തിന് കണ്ണ് ഉപയോഗിക്കാൻ വേണ്ടിയാണ്. പുറകിൽ നമുക്ക് കണ്ണില്ലല്ലോ. പുറകിൽ നിന്ന് പല ആൾക്കാരും മരിച്ചിരിക്കണത് പുറകിൽ നിന്ന് കുത്തിയിട്ടാണേ. പല ആൾക്കാരും മരിച്ചിരിക്കണത്, അപകടപ്പെട്ടിരിക്കണത്, വെട്ടുകിട്ടിയിരിക്കണത് എല്ലാം പുറകിൽ നിന്ന് വെട്ടിയിട്ടാണ്. പുറകിൽ നിന്ന് എന്തുകൊണ്ടാണ് വെട്ടുകൊണ്ടിരിക്കണത്? പുറകിൽ കണ്ണില്ല. പുറകിലെ കണ്ണ് ആരുടേതാണ്? ദൈവത്തിൻ്റെതാണ്. ആ ദൈവത്തിൻ്റെ കണ്ണെന്ന് പറഞ്ഞാൽ ദൈവമായിട്ടുള്ള സ്നേഹവും ബന്ധമൊക്കെയാണ്. അതിൻ്റെയാണ് നമ്മുടെ പ്രൊട്ടക്ഷൻ. ദൈവം നമ്മളെ സംരക്ഷിക്കുന്നുണ്ട്. പക്ഷെ നമ്മളത് അംഗീകരിക്കാതെ വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കപ്പെടാതിരിക്കും. അപ്പം ദൈവത്തിന് സംഭവം ഏറ്റവും വലുത് അംഗീകരിക്കുക എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? നമ്മൾ ഈ ഇപ്പം നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾക്ക് അവർ എഴുതി മേടിക്കും. എന്താണ്? നമ്മളത് അംഗീകരിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കണത്. നമ്മളത് അംഗീകരിക്കുന്നുണ്ടോ? ഇപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിലും ഈ വിശ്വാസം ആക്ടിവേറ്റ് ചെയ്യുന്നത് അംഗീകാരത്തിലൂടെയാണ്. ഇപ്പോൾ പുറകിൽ കണ്ണില്ല, അതിൻ്റെ അർത്ഥം എന്താണ്? കർത്താവാണ് എൻ്റെ കണ്ണ്, പുറകിലെ കണ്ണ്. എൻ്റെ തന്നെ എപ്പോഴും അതായത് നമ്മളുടെ ബുദ്ധിക്കോ ആലോചനയ്ക്കോ പിടികിട്ടാത്ത കാര്യങ്ങളിൽ നമ്മൾ രക്ഷിക്കണം ആരായിരിക്കണം? ദൈവമായിരിക്കണം. ഇപ്പം ചില ആൾക്കാർ പറയും, എൻ്റെ അച്ഛാ ഏജൻസിക്ക് ഞാൻ 12 ലക്ഷമാണ് കൊടുത്തിരിക്കണത്. ഇപ്പോഴവർ പറയണത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാൾട്ടായിൽ പോകാം, ഇറ്റലിയിൽ പോകാൻ പറ്റത്തില്ല. മാൾട്ടായിൽ നമുക്ക് പോകണ്ട, നമ്മൾ പഠിച്ച പണി മാൾട്ടായിൽ ഇല്ലെന്ന് അവരോട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ മാൾട്ട അവർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ഏക്കത്തില്ലെന്നറിയാം. ഇപ്പം നമ്മുടെ കുഴപ്പം കൊണ്ട് അവന്മാർക്ക് മാൾട്ടായി വിടാൻ ഉദ്ദേശമില്ല, കള്ളത്തരമാണ്, പുറകിൽ നിന്ന് കുത്തുകയാണ് ശരിക്കും പറഞ്ഞാൽ. അവന്മാർക്ക് നമ്മളെ മാൾട്ടായിൽ വിടാൻ താല്പര്യമില്ല, അവർക്ക് മാൾട്ടായിൽ ഹോൾഡില്ല. പക്ഷെ നമ്മൾ ബുദ്ധിമോശത്തിന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് മാൾട്ടായിൽ പോകേണ്ട കാര്യമില്ല, അവിടുത്തെ കരിയർ നമ്മൾ പഠിച്ചിട്ടില്ല എന്ന് പറയും. അത് അവനെ അറിയാം, അവൻ്റെ ഫയലുണ്ട്. അവൻ നമ്മളോട് പറയും ഇറ്റലിയിൽ നടക്കുമെന്ന് തോന്നുന്നില്ല കേട്ടോ,
അവിടെ ഇപ്പം നിയമങ്ങളൊക്കെ മാറി. മാൾട്ടായി പോകാം. അയ്യോ സാറേ മാൾട്ടായി പോകണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇപ്പം എന്നാ ചെയ്യാനാ? കണ്ട പണി നമ്മളുടെ കുഴപ്പം കൊണ്ടാണ് വിസ കിട്ടാതിരുന്നതെന്ന് അവൻ വരുത്തി തീർക്കും. എല്ലാവർക്കും ഈ പണിയുണ്ട്. ഈ ചതിക്കണ പരിപാടി എല്ലാവർക്കും ഉണ്ട്, എല്ലാവരുടെ കയ്യിലും ഉണ്ട്. ഞാൻ പേരെണ്ണി പ്രൊഫഷണൽസ് എന്ന് പറയട്ടില്ല. നമ്മുടെ കുഴപ്പം കൊണ്ടായിട്ട് അത് എന്തെങ്കിലും ഇപ്പം നമുക്ക് രോഗം വന്ന് നമ്മളുടെ എന്തെങ്കിലും രോഗത്തിൽ നമ്മളുടെ എന്തെങ്കിലും ബ്ലഡിൻ്റെ റേറ്റിംഗ് കൂടിയെന്ന് വിചാരിച്ചോ, അപ്പോൾ ഡോക്ടർ പറയും ഇന്ന കാര്യം കൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ കുഴപ്പം കൊണ്ടാണെന്ന് പറഞ്ഞു. നിങ്ങൾ ഉറങ്ങിയില്ല എന്ന് പറയും. ആരുടെ കുഴപ്പമാണ്? നമ്മൾ ഉറങ്ങാത്ത ഡോക്ടർ കണ്ട. എല്ലാവർക്കും വേണ്ടത് മാപ്പുസാക്ഷികളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ദൈവമല്ലാതെ വേറെ ആരുമില്ല. പിടികിട്ടണം, അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റത്തില്ല. എല്ലാവരും അവിടെ കൈ കഴുകാം. പീലാത്തോസ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ഒരു വല്ലാത്ത കഥാപാത്രമാണ്. അവനിങ്ങനെ കർത്താവിൻ്റെ അടുത്ത് വരുമ്പോൾ തന്നെ ബേസനും വെള്ളം എവിടെ? എന്താണ്? അയാളെ കൈ കഴുകാൻ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. കൈ കഴുകാൻ നേരത്തെ തീരുമാനിച്ച പീലാത്തോസിൻ്റെ തിരക്കഥയാണ് നമ്മൾ അഭിനയിച്ച് തീർക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും കുറ്റം അവസാനം നമ്മളായിരിക്കും. ഇപ്പം ഞാൻ കുറ്റക്കാരിയായി എന്നല്ല നിങ്ങൾ പറയണത്. എന്തെങ്കിലും സമയത്ത് വരുമ്പോൾ ഞാൻ അന്നേ പറഞ്ഞതല്ലേ എന്ന് ചോദിക്കും. എവിടാ? അന്ന് ചിലപ്പോൾ ചുണ്ടിൻ്റെ താഴെ പറഞ്ഞതായിരിക്കുമേ, അല്ലെങ്കിൽ അത് പറയേണ്ടതുപോലെ പറഞ്ഞു കാണത്തില്ല. ഇവരുടെ കയ്യിൽ നിന്ന് കഴുകാൻ വേണ്ടി പറയും ഞാൻ അന്നേ പറഞ്ഞതല്ലേ, ഇപ്പം എങ്ങനെ ഇരിക്കണേ? ഇതല്ലേ ഡയലോഗ്. ഞാൻ അന്നേ പറഞ്ഞതല്ലേ, ഇപ്പം എങ്ങനെ ഇരിക്കണേ എന്നല്ലേ ഡയലോഗ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കൈ കഴുകുകയാണ്. വളരെ അഭിമാനത്തോടെ പറയാം, മിക്കവാറും ഈ കൈ കഴുകുന്നതിൽ ഒന്നാം സ്ഥാനം നിങ്ങൾക്കാണ്, സ്ത്രീകൾക്കാണ്. കൈ കഴുകുക എങ്ങനെയെങ്കിലും കൈ കഴുകിയിരിക്കുക. അവർ ചെയ്യാനുള്ള സൂത്രപ്പണികളെല്ലാം ചെയ്ത് വെച്ച് അവസാനം ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്നുള്ള അതെന്താ കാര്യം? ഇതാണ് ഈ പഴഞ്ചൊല്ലി വരാൻ കാര്യം. ഇതാണ്. എല്ലാവരും അങ്ങനെയാണെന്നല്ല, പുരുഷന്മാർക്ക് ഇത് തന്നെ പരിപാടിയാണ്. പക്ഷേ ഇത് കടുത്ത പരിപാടിയാണെന്നേ ഉള്ളൂ. എന്ന് വെച്ചാൽ പുറകിൽ കണ്ണില്ലാത്തത് കൊണ്ട് വഴിയേ പോണവനെല്ലാം കയറി മേയണ ഒരു ജീവിതമാണ് നമ്മുടേത്. ഇവിടെ ആർക്കാ കണ്ണുള്ളത്? ദൈവം മാത്രമേ ഉള്ളൂ സംരക്ഷിക്കാൻ. ഇതിനെന്താ മാർഗം? നമുക്ക് പുറകിൽ കണ്ണില്ല, പിന്നെ അവിടുത്തെ കണ്ണ് ആരുടേതാണ്? നമുക്ക് വേണ്ടി തുറക്കേണ്ടത് ആരാണ്? ദൈവമാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തെ പുറകിലെ കണ്ണ് തുറക്കണ ആളായിട്ട് നമ്മൾ അംഗീകരിക്കണം. നമുക്ക് കാണാൻ പാടില്ലാത്ത കാര്യങ്ങളെ കണ്ട് നമ്മൾ സഹായിക്കുന്ന ആളാണ് ദൈവം എന്നുള്ളത് നമ്മൾ അംഗീകരിക്കണം. പക്ഷെ ചില ആൾക്കാർക്ക് ഒരു കുഴപ്പമുണ്ട്. എന്താണ്? അത് അംഗീകരിച്ച് തരത്തില്ല. മനുഷ്യൻ്റെ മനസ്സിരിക്കണത് എന്താണ്? അവൻ തന്നെ ദൈവം. അത് തന്നെയല്ലേ ഹ്യൂമനിസ്റ്റുകൾ പറയണത്. മാനവികത എന്ന് കൊട്ടിഘോഷിക്കുന്ന ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള റീസൻ്റെ ഉദയങ്ങൾ, റിനൈസൻസ്, യുക്തിയുടെ പ്രഭാതങ്ങളെല്ലാം കൊട്ടിഘോഷിക്കണ മാനവികത എന്താണ്? അതിൽ നിന്നെല്ലാം ഫെഡറലിസം വരണത്. ആ ഫെഡറലിസത്തിൻ്റെതും എന്താണ്? ഞാൻ തന്നെ ദൈവം. അപ്പം എനിക്ക് മോറലില്ല, എനിക്ക് പാപമില്ല. ഫെഡറലിസത്തിൻ്റെ ഭവിഷ്യത്ത് എന്താണ്? ഞാൻ തന്നെ ദൈവം. അതുകൊണ്ട് എനിക്ക് പീനൽ കോഡുകളില്ല, എനിക്ക് പാപമില്ല, പാപബോധമില്ല. അതൊക്കെ പഴയകാല മതങ്ങളുടേതാണെന്ന് പറഞ്ഞുകൊണ്ട് ചിലരൊക്കെ ടി വി ഇരുന്നുകൊണ്ട് ഭയങ്കര സഞ്ചാര സാഹിത്യം തട്ടിവിടണല്ലേ. ഞാൻ തന്നെ ദൈവം എന്നാണ് അവർ പറയണത്. അതുകൊണ്ട് നിയമങ്ങളൊന്നും അവർക്ക്, പക്ഷെ അവർ പാലിക്കണ നിയമങ്ങളെല്ലാം മതങ്ങളുടെയാണെന്ന് ഓർക്കണം. കാരണം ബേസിക്കായിട്ട് ഇവരെല്ലാം നല്ല മനുഷ്യരാണ്. ആ നല്ല മനുഷ്യരാക്കിയത് ആരാണ്? ദൈവത്തെ വിശ്വസിച്ചിരുന്നൊരു ജനതയാണ്. അവരുണ്ടാക്കിയ മോറൽ കോഡുകളാണ് ഇവർ ഫോളോ ചെയ്യണത്. പക്ഷെ അവർ അംഗീകരിക്കത്തില്ല. എന്താ കാര്യം? ദൈവത്തെ അംഗീകരിക്കണവർക്ക് പോരായ്മയാണ്. അതിലെ റോമ 1:29 വായിച്ച് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. റോമ 1:28. റോമ 1:28. ദൈവത്തെ അംഗീകരിക്കുന്നത് പറഞ്ഞേ. ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി. ഞാൻ പറഞ്ഞ അതേ വാക്ക് തന്നെയാണ്. കണ്ട, ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി അവർ കരുതിയത് നിമിത്തം അധമ വികാരത്തിനും അനുചിത പ്രവൃത്തികൾക്കും ദൈവം അവരെ വിട്ടുകൊടുത്തു. ദൈവത്തെ അംഗീകരിക്കണ പോരായ്മ ഇപ്പൊ പുറകെ കണ്ണില്ല. അതുകൊണ്ട് കർത്താവിൻ്റെ കണ്ണാണ് പ്രവർത്തിക്കേണ്ടത്. നമുക്ക് ചില കാര്യങ്ങൾ കാണാൻ പറ്റത്തില്ല, നമുക്ക് ചതിപ്പെട്ടു പോകും എന്ന് പറയുമ്പോൾ ആ ചതിയിൽ നിന്ന്, ആ
അത് എല്ലാ തരത്തിലും വേണ്ട. അതിനാണ് കർത്താവ് ഒരു പ്രാർത്ഥന നമുക്ക് പറഞ്ഞു തന്നത്. എന്ത് പ്രാർത്ഥനയാണ് പറഞ്ഞത്? ഞങ്ങളെ പ്രലോഭനത്തിൽ അതാ ഈ പ്രാർത്ഥന ചതിപ്രാർത്ഥനയാണ്. അതായത് പുറകിൽ കണ്ണില്ലാത്ത കാരണം വരാൻ പോകുന്ന ചതികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, സംരക്ഷിക്കണമേ. സംരക്ഷണ പ്രാർത്ഥനയാണത്. എന്താണ്? ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. ഇപ്പം ചിലർക്ക് മാട്ടായി ഇറ്റലി പോകാൻ വേണ്ടി 30 ലക്ഷം ചോദിക്കുമ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് പറഞ്ഞ് ചുമ്മാ കള്ളത്തരം, വേറെ 8 ലക്ഷം കൊണ്ട് ഞങ്ങൾ നിങ്ങളെ കൊണ്ടുപോകാമെന്ന് പറയുമ്പോൾ അയ്യോ 30 ലക്ഷമാണ് അവന്മാർ ചോദിച്ചത് എന്ന് പറയുമ്പോൾ നമുക്കോർക്കും നമുക്ക് തന്നെ ഭയങ്കര കിട്ടിയ കാശ് തന്നെ, ഇത് പോകരുത്, ഇനി ഒരു സീറ്റ് കൂടിയേ ഉള്ളെന്നൊക്കെ അവർ പറയും നമ്മളോട്. ഇനി ഒരു സീറ്റ് കൂടിയേ ഉള്ളു. നിങ്ങൾ 10 മണിക്ക് വിവരം പറയണം, 11 മണിക്ക് വിളിച്ചാൽ വേറെ ആൾക്കാരത് കൊണ്ടുപോകുമെന്ന് പറയുമ്പോൾ തന്നെ ഇല്ലാത്ത കാശ് ഉണ്ടാക്കി നമുക്ക് കൊടുക്കും. ചതി തന്നെ കണ്ട പുറകെ കണ്ണില്ല, സമ്മർദ്ദത്തിന് വഴങ്ങി. അപ്പോൾ നമ്മൾക്ക് ദൈവത്തെ അംഗീകരിക്കണവരാണ് നമ്മളെങ്കിൽ നമുക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടാവും. ഈ പറ്റിക്കണ കാണ്ടാമൃഗം വരുമ്പോൾ തന്നെ അവനെ കർത്താവ് വഴിമാറ്റി വിടും. എന്താ കാര്യം? നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. അതാ സമയത്ത് അവനെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് ചാടിക്കരുതേ. അവൻ അവൻ്റെ വഴിക്ക് പോയിക്കോട്ടാ, നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് ചാടിക്കരുതേ. അത് ഭയങ്കര പ്രാർത്ഥനയാണത്. കർത്താവ് ഒരു പ്രാർത്ഥന ചെല്ലുമ്പോൾ മനുഷ്യനും മനുഷ്യൻ്റെ ആധ്യാത്മികതയും അതിൻ്റെ അപാചയങ്ങളും അതിൻ്റെ ചതിക്കുഴികളും എല്ലാം അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ആ പ്രാർത്ഥന വരണത്. കാര്യം എന്താ? എനിക്ക് പുറകിൽ കണ്ണില്ല, ന്യായസമയത്ത് ചതിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ചതിക്കപ്പെടാതിരിക്കാൻ വേണ്ടി പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതെന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ. പിന്നെ എന്ത് ചെയ്യണം? ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയെ കരുതിയ കൊണ്ടല്ലേ. അപ്പോൾ ആരാണ് ദൈവത്തെ അംഗീകരിക്കണം? ദൈവത്തെ അംഗീകരിക്കണ പോരായ്മയെ കരുതിയ ആരായിരിക്കും ദൈവം? അവൻ തന്നെ ആയിരിക്കും ദൈവം. അവൻ ദൈവമായത് കാരണം വേറെ ഒരു ദൈവത്തിന് ഒരു നാഴിയുടെ അകത്ത് ഒരു നാഴി കിടക്കത്തില്ലെന്ന് പറയത്തില്ലേ? ചില 2 അഹങ്കാരികൾ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ പറയും ഒരു നാഴിയുടെ അകത്ത് ഒരു നാഴി കിടക്കത്തില്ലെന്ന് പറയും. ഇപ്പം ചില ആൾക്കാരുണ്ട്, ഇപ്പം ചേട്ടനോട് പറയും, ചേട്ടനോട് പറയടാ അവനെ അറിയാവിടെ, അവനവിടെ പോയതാണ്, നീ അവനോട് വഴി ചോദിക്കുക. പിന്നെ അവന് വഴി ചോദിക്കുക, പിന്നെ നിങ്ങൾ തള ചോദിച്ചാൽ മതി പറയും. അനിയനോട് വഴി ചോദിക്കാൻ പറയണേ, ഗോവയിൽ പോകാൻ വേണ്ടി ഇൻ്റർവ്യൂവിന് വേണ്ടി ചേട്ടനോട് പറയണം അമ്മ, അവനെ അറിയാവിടെ, ഇവന്മാർ തമ്മിൽ മിണ്ടാതല്ല, അതുകൊണ്ട് അവനെ അറിയാവിടെ, അവനോട് ചോദിക്കടാ എന്ന് പറയും. അപ്പം ഞാൻ ചേട്ടനല്ലേ, ഞാനിങ്ങനെ അനിയനോട് ചോദിക്കണേ എന്ന് പറഞ്ഞ് ചില കാണ്ടാമൃഗങ്ങൾ അങ്ങനെ ഉണ്ട്. കൊമ്പില്ലാത്ത കാണ്ടാമൃഗങ്ങളുടെ എണ്ണം സമൂഹത്തിൽ കൂടുതലാണേ. ചോദിക്കുന്നത് ഒരു നാഴിയുടെ അകത്ത് വേറെ നാഴി കടക്കത്തില്ല. 2 അഹങ്കാരികളാണ്. എന്നാൽ ചേട്ടൻ അബദ്ധത്തിൽ ചാടാൻ പോണതുകൊണ്ട് ഇവൻ പറഞ്ഞു കൊടുക്കുക, അത് പറഞ്ഞു കൊടുക്കത്തുമില്ല, വഴികളെ പറഞ്ഞു കൊടുക്കത്തില്ല. അവൻ എന്നോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഈ 2 കൾപ്രിറ്റുകളാണ്, 2 തെറ്റുകാരാണ്. അനിയൻ പറയും എനിക്കറിയാവില്ല വഴിയെന്ന് അവനെ അറിയാവില്ല, അവൻ എന്നോട് ചോദിക്കട്ടെ. ഇനി ഇവൻ അങ്ങോട്ട് പറഞ്ഞു കൊടുത്താൽ നിന്നെ ഒരിക്കലും വിളിച്ചാന്ന് ചോദിക്കും. ഈ ആൾക്കാർക്ക് ഉടമ്പടി ജീവിക്കാൻ പറ്റത്തില്ല. അഹങ്കാരികളാണ്, 2 അഹങ്കാരികളാണ്. നമ്മുടെ വിഷയമെന്ന് പറയുന്നത് പെരുമാറ്റമാണ്, ഉടമ്പടിയും പെരുമാറ്റവും. പിടിയിട്ടില്ലേ? 2 അഹങ്കാരികളാണ്. ഈ അഹങ്കാരികൾക്ക് ഒരിക്കലും ഉടമ്പടി വിജയിക്കത്തില്ല. കാര്യം എന്താണ്? അഹം ബ്രഹ്മാസ്മിയാണ് അവർ തന്നെയാണ് ദൈവം. വേറെ ഒരു ദൈവത്തെ അവരംഗീകരിക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഉടമ്പടി എടുത്തിട്ടുള്ള ആൾക്കാരെ, ഞാൻ അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാ പറഞ്ഞ കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്, ഞാൻ ആരും ആക്ഷേപിച്ചൊന്നുമല്ല. പക്ഷേ എൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ഒരു ചിന്തയാണ് ഞാനാണ് ദൈവം. അത് എല്ലാവർക്കും ഉണ്ട്. ഈ വിഷയത്തിൽ എക്സ്പീരിയൻസ്ഡ് ആണ് നിങ്ങളെങ്കിൽ ഈ വിഷയത്തിൽ നിങ്ങളായിരിക്കും ദൈവം. ഞാനാണ് ദൈവം എന്ന് എല്ലാവരും പറയുവേ. നിങ്ങളീ വിഷയത്തിൽ എക്സ്പീരിയൻസാണ്. അപ്പോൾ എക്സ്പീരിയൻസ് ആകുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഈ കാനഡയിൽ പോയി ജീവിക്കണത്, എങ്ങനെയാണ് തണുപ്പ് കാലത്ത് കാനഡ ജീവിക്കണത്, അതിൻ്റെ കാര്യം നിങ്ങൾക്കറിയാം. പക്ഷേ അനിയത്തിയാണ്, നാത്തൂനാണ് പോകാൻ പോണത്, അറിഞ്ഞു കൊടുക്കത്തില്ല. എന്താണ്? അവൾ വന്ന് എൻ്റെ അടുത്ത് ചോദിക്കട്ടെ. കാര്യം അതിൻ്റെ ദൈവം ഞാനാണ്. മനസ്സിലായി? അതിൻ്റെ ദൈവം ഇതെല്ലാ അണ്ണന്മാരുടെയും കയ്യിലുണ്ട്. ദൈവത്തെ ഓരോരോ കാര്യങ്ങൾക്കാണ് നമ്മൾ ദൈവം. നമ്മുടെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ദൈവങ്ങളാണ്. പറഞ്ഞതൊക്കെ മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? നമ്മൾക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ശരിക്കും പറഞ്ഞാൽ എന്താണ്? അവർ അബദ്ധത്തിൽ ചാടാൻ പോകുമ്പോൾ എളിമയോടെ ചെന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം, ചേട്ടാ അത് ശരിയല്ല, അങ്ങനെ പോയാൽ ശരിയാകത്തില്ല. അപ്പോൾ ഉടനെ അവൾ അഹങ്കാരിയാണെങ്കിൽ പറയും, ഇതൊക്കെ ഒന്നും പറയേണ്ട ആവശ്യം, ഇതൊക്കെ എനിക്കറിയാമെന്ന് പറയും. എല്ലാവരും അങ്ങനെയല്ലേ പറയണേ വീട്ടിൽ? അങ്ങനെ 2 പ്രാവശ്യം അനിയത്തിമാർ പറഞ്ഞു കഴിയുമ്പോൾ അപ്പം ചേട്ടത്തിമാരെ സഹായിക്കാൻ പോകത്തില്ല. എന്താ കാര്യം? അവളുടെ കയ്യിരിക്കുന്ന അഹങ്കാരമാണെന്നറിയാം. അപ്പോൾ ഈ 2 കണക്കാണ്. ഇത് 2 പേരും ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. കാര്യം എന്താണ്? അവർ തന്നെയാണ് ദൈവം.
അതുകൊണ്ട് ദൈവത്തെ അംഗീകരിക്കുക നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ കൺട്രോളിൽ കിട്ടാത്ത കുറേ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? അത് ദൈവമാണ് അത് കൈകാര്യം ചെയ്യേണ്ടത്. പുറകിൽ നിന്ന് വന്ന കുത്തും വെട്ടുമൊന്നും നമുക്ക് തടുക്കാൻ പറ്റത്തില്ല. അനക്കം കേട്ടാൽ ചിലപ്പോൾ തിരിയാൻ പറ്റും. ചിലപ്പോൾ കൊല്ലാൻ വന്നവന് അനക്കം ഉണ്ടാക്കി ബഹളം എല്ലാവരെയും വിളിച്ച് പറഞ്ഞിട്ടാണ് വന്നത്. അല്ല, അവൻ പതുങ്ങിയല്ലേ വരത്തുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ദൈവത്തിനെ നമുക്ക് വേണ്ടി വരും. പക്ഷേ ദൈവത്തെ നമ്മൾ അംഗീകരിക്കണം. അംഗീകരിച്ചിട്ട് എന്താ ചെയ്യേണ്ടത്? അംഗീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ അഹങ്കാരം അമർത്തണത്. പിടികിട്ടിയാ? രണ്ട് ദൈവം ഒരുമിച്ച് വസിക്കത്തില്ലല്ലോ. അഹങ്കാരം നമ്മൾ ദൈവമല്ലേ. നമ്മളെ ദൈവമാക്കുന്നത് ആരാണ്? അഹങ്കാരമല്ലേ. നമ്മളെ ദൈവമാക്കുന്നത് ആരാണ്? നമ്മുടെ അഹങ്കാരമാണ്. ഇപ്പം രണ്ട് ദൈവം ഒരുമിച്ച് വസിക്കാത്ത കാരണം അഹങ്കാരികളെ ചിതറിക്കാതെ, അത് അമ്മയുടെ വചനങ്ങളെ കണ്ടില്ലേ, അഹങ്കാരികളെ ചിതറിച്ചു. വചനം എടുത്ത് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ലൂക്ക 1:52. ലൂക്ക 1:52. 51:52. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു വിഷയം, അഹങ്കാരം കുറക്കുമ്പോൾ തന്നെ ഒരു എളിമ വരത്തില്ലേ? അപ്പോഴതിനാണ് വിനയം എന്ന് പറയണത്. ചില ആൾക്കാർക്ക് ഭയങ്കര വിനയമായിട്ട് നമ്മൾക്ക് നിവൃത്തിയില്ലാത്ത കാര്യം സാധിച്ചെടുക്കാൻ വേണ്ടി ചില ആൾക്കാർ വിനയം അഭിനയിക്കും. അവർക്ക് വിനയമില്ല. ചുമ്മാ ഈ കാര്യം കാണാൻ വേണ്ടി തൽക്കാലം കാണിക്കുന്ന ഒരു അഭ്യാസമാണെന്ന് നമുക്കറിയാമെങ്കിലും ആ അഭിനയമല്ല. അതായത് ഈ അഹങ്കാരം അവസാനിപ്പിക്കുമ്പോഴാണ് വിനയം രൂപപ്പെട്ട് വരുന്നത്. അഹങ്കാരവും വിനയവും ഒരുമിച്ച് വസിക്കത്തില്ല. അതിവിടെ വിഷയമാണ്. ഉടമ്പടിയിലുള്ള ആൾക്കാർ ഇപ്പം അതെനിക്കറിയാം, എന്നോട് ആരും പഠിപ്പിക്കേണ്ട എന്ന് പറയത്തില്ല. അതാണ് അഹങ്കാരം. അതെനിക്കറിയാം, എന്നെ ആരും പഠിപ്പിക്കേണ്ട എന്ന് പറയും. ചില ആൾക്കാർ കുറേ മുമ്പോട്ട് പോയാലും പരിചയമില്ലാത്ത സ്ഥലത്ത് ചെന്നാലും ആരോടും വഴി ചോദിക്കത്തില്ല. തന്നെത്താൻ തിരക്ക് കണ്ടുപിടിക്കും. എന്താണ്? ആരോടും ചോദിക്കുമ്പോൾ എനിക്ക് വഴിയറിയാൻ പാടില്ലെന്ന് അവർക്കറിയത്തില്ലേ? അതിവർക്ക് കുറച്ചിലെന്ന് സാധനം. കുറച്ചിൽ കണ്ട ഇവർക്കെന്താ കൂടിയ ഉരുപ്പടിയാണെന്ന് അവർക്ക് തന്നെ അറിയാം. അതാണ് കുറച്ചിലെന്ന് പറയണത്. കുറച്ചിലെന്നല്ലേ പറഞ്ഞത് അഹങ്കാരത്തിന്. അപ്പോൾ ഇവർക്ക് തന്നെ അറിയാം ഇവരെന്താ കൂടിയ ഉരുപ്പടിയാണ്. ഒരു സ്ഥലത്ത് പോവുകയാണ്, പരിചയമില്ലാത്ത വഴിയാണ്. പക്ഷേ നിർത്തിപ്പോലും ചോദിക്കത്തില്ല, ഇതെവിടെയാണ് പോകേണ്ടതെന്ന് ചോദിക്കത്തില്ല. എന്താണ്? തിരക്ക് കണ്ടുപിടിക്കും. ഇപ്പോൾ വന്ന് ഗൂഗിളിനോട് മാത്രമല്ലേ ചോദിച്ചുള്ളൂ. അങ്ങനെയല്ല ആൾക്കാർ കുളത്തിൽ ചാടണത്. ഇപ്പം അഹങ്കാരികൾക്ക് ഏറ്റവും വലിയ ഗുണം ചെയ്തിരിക്കണ ഗൂഗിളാണ്. എങ്ങനെയാലും എപ്പോഴായാലും പാഠശേഖരത്തൊക്കെ ചെന്ന് അവസാനിക്കണത്. ഗൂഗിൾ ചേച്ചി എപ്പോഴും തെറ്റിക്കുമല്ല. എന്നാലും വാവിളിച്ചാരോടും ചോദിക്കത്തില്ല. നിങ്ങൾ വാ വിളിച്ചൊരു കാര്യം ചോദിക്കാത്തതാണെങ്കിൽ അഹങ്കാരിയാണെന്ന് നിങ്ങൾ ഓർത്തുവെച്ചാൽ മതി. അത് ഈ കാര്യത്തിന് വേണ്ടിയല്ല, പല കാര്യത്തിലും നിങ്ങൾ അഹങ്കാരിയാണ്. ഒരു കാര്യത്തിൻ്റെ പോവഴി എങ്ങനെയാണ് എന്ന് ചോദിക്കണം. അറിയാൻ പറയും ചോദിക്കണം. അത് ചോദിക്കുന്നില്ല, അതിന് മോന്തം കയറ്റി ഇരിക്കുകയുള്ളൂ. മറ്റുള്ളവർ ഇങ്ങോട്ട് വന്ന് പറയട്ടെ എന്നൊക്കെ പറയുന്ന സംഭവം ഇവർക്ക് ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. ഇത് മരിയ സ്പിരിച്വാലിറ്റി വർക്ക് ചെയ്യുന്ന സാധനമാണ്. അത് കാരണം അഹങ്കാരികളെ ഒന്നെങ്കിൽ ദൈവം ചിതറിക്കും, അല്ലെങ്കിൽ നമ്മളെ ചിതറിക്കണം. ഒപ്പിച്ചു പോകാൻ പറ്റത്തില്ല. അപ്പോൾ അത് വിനയാനെതിരെ അവൻ ഉയർത്തി. കണ്ട വചനത്തിൽ ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ലൂക്ക 1:52. ലൂക്ക 1:52. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. അപ്പൊ എളിയവരെ ആരാണ് ഉയർത്തുന്നത്? എളിയവരെ അവരുടെ ചിറ്റപ്പന അങ്കളാവെന്ന് ഉയർത്തുകയല്ല. ആരാണ് ഉയർത്തണത്? ദൈവം. എന്ന് വെച്ചാൽ എളിയവരെന്ന് പറയുമ്പോൾ മെറിറ്റ്, നോട്ട് ബൈ മെറിറ്റ് എന്നതിൻ്റെ അർത്ഥം എനിക്ക് യോഗ്യതയില്ല, പിന്നെ ആരാണ്? എന്നെ ഒന്ന് ഉയർത്തണമേ. അത് പറയാനുള്ള എളിമ പത്രോസിനുണ്ടായിരുന്നു. കടലിൽ മുങ്ങിയപ്പോഴേ പുള്ളിവൻ നാഥാ എന്ന് പറഞ്ഞില്ലേ, ഞാൻ നശിക്കുന്നു എന്ന് പറഞ്ഞില്ലേ, ഞാൻ തീർന്നെന്ന് പറഞ്ഞില്ലേ. തീർന്നില്ല, ഞാൻ നീന്തിക്കറിക്കൊള്ളാം, ഞാൻ 45 വയസ്സ് തൊട്ട് കടലിൽ തന്നെ ജനിച്ചോളൂ, എനിക്കാരുടെ സഹായം വേണ്ടെന്ന് പറഞ്ഞെങ്കിൽ പത്രോസിൻ്റെ അവസ്ഥ എന്തായിരുന്നു? പിടിയിട്ടില്ലേ? പത്രോസ് മുങ്ങിപ്പോവുകയാണ്. നാഥാ എന്ന് വിളിച്ചുകൊണ്ട് കൈ കാണിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം കയറി പിടിച്ച്
ആ കയ്യൊന്നും പിടിക്കാൻ പറയണ്ട, എനിക്കറിയാം നീന്താൻ. ഞാൻ 45 വയസ്സിൽ വന്ന് കടൽ കണ്ട ആളാണ്. ഞാൻ 8-ാം വയസ്സിൽ കടൽ കണ്ട ആളാണ്. നിങ്ങൾ കാർപ്പൻ്റർ അല്ലെന്ന് ചോദിച്ചാൽ പണി കിട്ടുക. അതാ വിഷയം. അത് നമ്മൾക്ക് എളിമയുണ്ടോ ഇല്ലയെന്നറിയാൻ നമ്മൾക്ക് മറ്റുള്ളവരുടെ സഹായത്തിന് നമ്മൾ വാ പൊളിച്ച് മിണ്ടുമോ ഇല്ലയോ, അതാണ് അഹങ്കാരികളുടെ മിണ്ടത്തിലവരെ ചോദിക്കത്തില്ല. പരമാവധി തന്നെത്താൻ തന്നെ ചെയ്യാൻ നോക്കും. ദൈവം അത് ഉദ്ദേശിക്കണില്ല. കാര്യം നമുക്ക് ചെയ്യാൻ എല്ലാം തന്നെത്താൻ പറ്റത്തില്ല. തന്നെത്താൻ പറ്റാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കണ്ടു കാണാം. ഈ ഞാൻ പണ്ടൊരു എക്സ്കർഷന് പോയപ്പോൾ എന്നെ ഈ ചൈൽഡ് പ്രഗ്നൻസി ആൻഡ് ചൈൽഡ് ബർത്ത് എന്ന് പറഞ്ഞൊരു ഡോക്യുമെൻ്ററി. അപ്പോൾ ഒരു മദാമ തന്നെ കൊച്ചിനെ വലിച്ചെടുക്കുകയാണ്. പ്രഗ്നൻ്റാണ്, തന്നെത്താൻ മദാമ തന്നെ. എന്നിട്ട് ആ പ്ലാസൻ്റെയൊക്കെ കടിച്ചു പൊട്ടിക്കണം. എന്തെല്ലാം പരാക്രമം. പക്ഷേ ആ സിനിമയിലേ ഉള്ളു. നിങ്ങൾക്കറിയാമല്ലോ, പ്രസവിക്കണമെങ്കിൽ 5 നേഴ്സുമാർ വേറെ വേണമെന്ന്. അതാണ് സംഭവം. അത് സിനിമയിലേ ഉള്ളു. അത് കണ്ടുകൊണ്ട് ആരും തന്നെത്താൻ പ്രസവിക്കാൻ പോകരുത്, പണി കിട്ടും. എന്ന് വെച്ചാൽ ദൈവം ഇവിടെ സൃഷ്ടിച്ചിരിക്കണം മറ്റുള്ളവരെ കൂടി കണ്ടുകൊണ്ടാണ്. മറ്റുള്ളവർ നമ്മളെ സഹായിക്കണം, നമ്മളവരെ സഹായിക്കണം. അങ്ങനെ പരസ്പരം ആശ്രയിച്ചും സ്നേഹിച്ചും ജീവിക്കണം. അങ്ങനെ ഒരു സ്നേഹത്തിൻ്റെ കൂട്ടായ്മയുടെ വളർച്ചയിലാണ് നമ്മൾ ജീവിക്കാൻ ദൈവം ഉദ്ദേശിക്കുന്നത്. ശ്രുതികട ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ സബ്ജക്റ്റ് എന്താണെന്നറിയാമല്ലോ, ഉടമ്പടിയും പെരുമാറ്റവും. പിടിയ അതാ സബ്ജക്റ്റ്. അതിൻ്റെ കണ്ടന്റ് വൈസ് എന്താണ്, എന്തുമാത്രം എളിമ നമ്മൾക്ക് ഉണ്ട്. എളിമയുടെ അഹങ്കാരം 2 വിഷയങ്ങളാണ്. അവിടെ മരിയൻ സ്പിരിച്വാലിറ്റി അനുസരിച്ചുകൊണ്ട് അഹങ്കാരികളെ ചിതറിക്കുകയും എളിയവരെ ഉയർത്തുകയും ചെയ്യും. എളിയവരെ ഉയർത്തുക എന്ന് പറയുമ്പോൾ ആ വിനയാന്യത എന്ന് പറഞ്ഞാൽ എന്താണ്? നോട്ട് ബൈ മെറിറ്റ് എന്ന അർത്ഥം. വിനയം തന്നെ എങ്ങനെയാണ്? നമ്മുടെ കഴിവല്ല, നമ്മുടെ യോഗ്യതയല്ല, പിന്നെ അങ്ങയുടെ കൃപ കൊണ്ട്. അതെല്ലാം ഉടമ്പടി വചനങ്ങളാണ്. മരിയൻ സ്പിരിച്വാലിറ്റി പറയണതെല്ലാം ഉടമ്പടി വചനങ്ങളാണ്. എന്താണ്? അഹങ്കാരികളെ ചിതറിച്ചു എന്നാൽ എൻ്റെ മെറിറ്റ് തീർന്നു. പിന്നെന്താണ്? വിനയാനെതിരെ ഉയർത്തി. ഗ്രേസാണ് പിന്നെ ഉയർത്തണത്, ദൈവമാണ് ഉയർത്തണത്. അല്ല നമ്മുടെ വീട്ടുകാരും നാട്ടുകാരും അല്ല ഉയർത്തണത്, നമ്മുടെ മാർക്കും അല്ല ഉയർത്തണത്, ദൈവമാണ്. കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. ഒരു മോള് B.Ed പരീക്ഷയാണ്. അപ്പോൾ അവളുടെ വൈവ എന്തോ പരിപാടിയാണ്. അപ്പോൾ അവൾ തോറ്റ് ഭയങ്കര പ്രയാസപ്പെട്ട് ഒക്കെ പഠിച്ചിട്ട് തലയ്ക്കാറില്ല. അവർ റിലേ പോകണം. പഠിക്കും തോറും റിലേ പോകും. റിലേ പോയെന്നാൽ കിളി പോയെന്ന് ആൾക്കാർ പറയത്തില്ല, അതുപോലെ പണ്ട് റിലേ പോയെന്ന് പറയും, ഇപ്പം കിളി പോയെന്ന് പറയണം. അപ്പോൾ അങ്ങനെ പോയിട്ട് ഒരു പിടിയും കിട്ടണില്ല. ഇവളെ വൈവയൊക്കെ വന്നിരിക്കുമ്പോൾ ഈ വൈവ അവൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്. മാതാവ് മാത്രമേ ഒരു ആശ്രയമുള്ളൂ, അവൾക്ക് സ്വന്തമായിട്ട് ആശ്രയമില്ല. പഠിച്ചതൊന്നും ഓർക്കണില്ല. അവളുടെ റിലേ പോയി. അപ്പോൾ മെറിറ്റ് റിലേ പോയെന്ന അർത്ഥം, കിളി പോയെന്ന അർത്ഥം എന്താ? മെറിറ്റ് പോയെന്ന അർത്ഥം. ഉടമ്പടി ഭാഷയിൽ എന്താണ്? അവൾ പഠിച്ചു, പക്ഷെ അവളുടെ തല നിൽക്കണില്ല, റിലേ പോയി. അപ്പോൾ മാതാവേ നീയേ ഉള്ളു കേട്ടാ. അപ്പോൾ അമ്മയും പറയും നീ ചെല്ലടി മോളെ, മാതാവ് ഉണ്ടാകും കൂടാ എന്ന് പറയും. അപ്പോൾ ഇവൾ ചെല്ലുമ്പോൾ തന്നെ വൈവാക്കിയിരിക്കണ മാഷ് പേടിച്ചും വിറച്ചൊക്കെ തന്നെ ചെല്ലണത്. മാഷ് ഇവിടെ കണ്ടു പറയും നീ ഇത്രയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, നീ കൃപാസനത്തിൽ പോയി ഒരു ഉടമ്പടി എടുക്കുന്നു പറയും. ആര്? അവിടെ ഇരിക്കണ മാസ്റ്റർ ഇവളോട് പറയണേ കൃപാസനത്തിൽ പോയി ഒരു ഉടമ്പടി എടുക്കാൻ. എക്സ്റ്റേണൽ അസസ്മെൻറ്റിലെ. അപ്പോൾ നീ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കാൻ പറയും. അപ്പോൾ ഉടനെ അയാൾ ഈ പെങ്കൊച്ചെന്ത് ചെയ്യുന്ന അവളുടനെ അവളുടെ പേഴ്സ് കൊടുത്തിട്ട് അവളെടുത്ത് ഉടമ്പടിയുടെ കാശ് രൂപ ഈ മാഷിനെ കാണിക്കും. ഞാൻ അവിടെ പോയതാണ്, ഉടമ്പടി എടുത്തതാണ്. അപ്പോൾ മാഷ് എന്ത് ചെയ്യും? മാഷിൻ്റെ ബാഗ് തുറന്ന് മാഷിൻ്റെ ഉടമ്പടി കാശ് രൂപം കാണിക്കും. ഒക്കെ അപ്പോൾ അവർ തമ്മിൽ ഉടമ്പടി കൂട്ടായി. കുറേ ആൾക്കാർ ഉടമ്പടി വഴി ഒത്തിരി പേര് അങ്ങോട്ട് ഇങ്ങനെ സഹായിക്കുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ ഇരിക്കണം കേട്ടാ. അതുകൊണ്ടാണ് ഉടമ്പടി നിങ്ങളുടെ കഴുത്തെ കെട്ടി തന്നിരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങനെ കണ്ടാൽ മനസ്സിലാക്കണം. അതാണ് ഒരു കാരണം. സഹായിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കണം, അതാണ് വിഷയം. അപ്പം അതുകൊണ്ട് മാഷ പറഞ്ഞ് നിനക്ക് സപ്ലി തരത്തില്ല, നീ പോയി 2ാമത് ട്രൈ ചെയ്യാൻ പറയും. അവൾ കമ്പ്യൂട്ടർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 3/4 മണിക്കൂർ എടുത്തപ്പോൾ അവൾ ചെയ്തതിൻ്റെ അകത്തൊരു മിസ്റ്റേക്ക് ഉണ്ടായി. ഒരു ഹാഷ്, ഒരു സ്പേസ് എക്സ്ട്രാ കിടപ്പുണ്ട്. അവൾ 3/4 മണിക്കൂർ കൊണ്ട് നോക്കിയപ്പോൾ മാതാവ് കാണിച്ചു കൊടുത്ത് ഈ സ്പേസാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത്. ആ സ്പേസ് അവൾ കമ്പ്യൂട്ടറെ കളഞ്ഞു കഴിഞ്ഞപ്പോൾ മൊത്തം മാർക്ക് അവൾ ജയിച്ചു പരീക്ഷയ്ക്ക്. ഹല്ലേലൂയ.
അപ്പം അമ്മ സഹായിക്കുന്ന രീതി കണ്ട, ഏത് പരീക്ഷ ഹോളിലായാലും അമ്മയുടെ ആളെ വെച്ചിട്ട് നിന്നെ ഗൈഡ് ചെയ്യും. അപ്പോൾ നിനക്ക് പുറകെ കണ്ണില്ലെങ്കിലും അമ്മയുടെ കണ്ണവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, നിന്റെ കൂടെ സഞ്ചരിക്കുന്നുണ്ട്. ഏത് പരീക്ഷാ ഹോളിലും പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ഈ ദൈവസ്നേഹത്തിന്റെ സ്വർഗീയ കൂട്ടായ്മയിലെ ഈ ദൈവസ്നേഹത്തിന്റെ സ്വർഗീയ കൂട്ടായ്മയുടെ അതിന്റെ ഭാഗമാകാൻ കഴിയുന്നത് ദൈവകൃപയായി ഞാൻ തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ അങ്ങയുടെ കാരുണ്യത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ അരൂപി നിലനിൽക്കുവാൻ അഭിഷേകം നൽകണമേ. ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൃപയാലേ 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 അനുദിനവും കൃപയാലേ 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 അനുദിനവും ബലഹീനതയിൽ ബലമേകി ബലവായോ നടത്തിടുന്നു ബലഹീനതയിൽ ബലമേകി ബലവായോ നടത്തിടുന്നു കൃപയാലേ 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 അനുദിനവും കൃപയാലേ 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 അനുദിനവും നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ വിഷയം ഉടമ്പടിയും പെരുമാറ്റവും, അതാണ് ഒരു സബ്ജക്റ്റ്. അതിലൂടെയാണ് അങ്ങനെ വരുമ്പോൾ ദൈവം ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ദൈവത്തിന് നമ്മുടെ മെരിട്ട് പോകുന്ന എല്ലാ ഇടങ്ങളിലും ഗ്രേസ് വർക്ക് ചെയ്യുന്ന രീതി അതാണ്. ഇപ്പോൾ ഇവർക്ക് ഗ്രേസ് വർക്ക് ചെയ്ത് കണ്ടില്ലേ? ഇതുപോലെ തന്നെയാണ് നമ്മുടെ സുനിലിൻ്റെയും ബീനയുടെയും കഥ പറഞ്ഞില്ലേ? ഇപ്പോൾ സുനിലും എന്താ വീണ്ടും കിടപ്പായി, പുള്ളി സാക്ഷ്യം പറഞ്ഞില്ല, ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ പോയി, സംരക്ഷണം പോയി. സാക്ഷ്യം പറഞ്ഞാൽ എന്ത് പറ്റും? സംരക്ഷണം പോകും. അപ്പോൾ പുള്ളി വീണ്ടും തലച്ചോറ് ശോഷിച്ച് വീണ്ടും കിടപ്പായി. പിന്നെ അടുത്ത പരിപാടി എന്താണ്? 42 വയസ്സ് 52 വയസ്സാകുമ്പോൾ മരിക്കും. അതാണ് കണക്ക്. 5 പേര് അങ്ങനെ 5 പേരെ ഒരു വീട്ടിൽ മരിച്ചിരിക്കുന്ന സെയിം രോഗമാണ്. ഇപ്പോൾ 2 പേര് കിടപ്പുണ്ട് മരിക്കാൻ വേറെ. ഈ സുനിൻ്റെ വീട്ടിൽ 2 പേര് കിടപ്പുണ്ട്, വേറെ കിടപ്പുണ്ട്. ഇയാളെ 3ാമത്തെ ആളാണ് ആ കുടുംബത്തിൽ ഇപ്പം കിടക്കണത്. ഇയാളെ എഴുന്നേറ്റിട്ട് പിന്നെയും കിടക്കുകയും. ഇത് ഒരുമാതിരി സംഭവമല്ല ശരിക്കും പറഞ്ഞാൽ അത്ഭുതമായ ഒരു സംഭവമാണ്. അപ്പോൾ ആദ്യം ഇവർക്ക് അനുഭവം കിട്ടിയല്ല. എന്താ കാര്യം? പണ്ടിതുപോലെ കിടന്നു പോയിട്ട് കൃപാസനം അമ്മ രക്ഷപ്പെടുത്തിയതല്ലേ. പക്ഷേ ഇവരെന്ത് ചെയ്ത്? സാക്ഷ്യം പറഞ്ഞില്ല. അത് കാരണം സംഭവം തിരിച്ചു വന്നു. അപ്പോൾ ബീനയ്ക്ക് കാര്യം മനസ്സിലായി. ബീന വന്നിട്ട് വീണ്ടും ഉടമ്പടി എടുത്തിട്ട് കൊണ്ടുപോയി ഭർത്താവ് കിടപ്പാണല്ലോ, ഭർത്താവിൻ്റെ കാലിലെ വെള്ളയിലെ നിറകയിലുമൊക്കെ ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി പുരട്ടി ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ബീന നോക്കി നിൽക്കുമ്പോൾ ഭർത്താവിൻ്റെ മുറിയിൽ നിന്ന് ഒരു നീല വെളിച്ചം ഇങ്ങനെ ഉരുണ്ട് വന്ന് ഫ്രണ്ടിലെ വാതിലെ കൂടി പുറത്തേക്ക് പോണ്. അപ്പോൾ ഇവൾ പൊളിച്ച് ഇതെന്ത് പരിപാടിയെന്ന്. ഇവൾ ഓടി മുറിയിലോട്ട് വന്നപ്പോൾ ഉണ്ട് ഭർത്താവ് നടന്നു തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. അപ്പം ഈ സുനില് പറഞ്ഞ എടി ഇപ്പോൾ ഒരു സംഭവം നടന്നെടി മാതാവ്, ഞാനിങ്ങനെ ഒരു അരമയക്കത്തിലായിരുന്നു. അപ്പം മാതാവ് വന്നിട്ട് എൻ്റെ 2 വെള്ളയും കൂടി കൂട്ടി വെച്ചിട്ട് കാലയിൽ ഒറ്റ അടി വെച്ച് തന്നെന്ന് പറഞ്ഞു. എന്നിട്ട് അമ്മ പോയെന്ന് പറഞ്ഞു. അതോടുകൂടി എൻ്റെ അസുഖം മാറിയെന്ന് പറഞ്ഞു. അപ്പോൾ സുനിലിന് മനസ്സിലായി അമ്മ ഭാര്യയും ഭർത്താവും കൂടി വന്ന് മെനയെന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിന് കൊടുക്കാനുള്ള മഹത്വം നമ്മൾ ദൈവത്തിന് കൊടുക്കണം, അല്ലെ കടക്കാരാകും. പക്ഷെ ദൈവം ക്ഷമിക്കുമെന്ന് ഉറപ്പായില്ലേ ഇപ്പം? അല്ലേ? നമ്മളാരും നശിച്ച് കാണാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. സത്യമാർഗം സ്വീകരിക്കാൻ എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളാരും നശിച്ചരുതെന്നും, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, ആരും നശിച്ചു പോകരുതെന്നും. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. 2 പത്രോസ് 3:9. 2 പത്രോസ് 3:9. കാലവിളംബത്തെക്കുറിച്ച്
ചിലർ വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുത്തുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുദപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നുവെന്നേയുള്ളൂ. അതായത് ദൈവത്തിൻ്റെ ഒരു പ്രഖ്യാപിത നിലപാട് എന്താണ്? നമ്മളെ ശിക്ഷിക്കണമെന്നുള്ളതല്ല, പിന്നെന്താണ്? നമ്മളാരും നശിച്ചു പോകരുതെന്നാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് തിരിച്ചു വരാനുള്ള സമയങ്ങളുണ്ട് ശരിക്കും. അതുകൊണ്ട് ദീർഘക്ഷമ നമ്മൾ കാണിക്കണം ദൈവം നമ്മളോട്. നമ്മൾക്കിതുപോലുള്ള അനുഭവങ്ങൾ വരുമ്പോൾ, ഈ കൂടുതൽ അനുഭവങ്ങളിലേക്ക് നമ്മൾ വളർന്നു വരുമ്പോൾ എന്താ ഗുണമെന്നറിയാമോ? നമുക്ക് ഈ അനുഭവങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ പെരുമാറ്റങ്ങൾ തരുന്നത്. ദൈവത്തെക്കുറിച്ച് ഇപ്പോൾ സുനിലിനൊരു അനുഭവം കിട്ടി. ഇനി സുനിലിൻ്റെ ശരീരത്തിൽ 16 മുഴകളുണ്ട്. ഉടമ്പടി തൈലം തേച്ചപ്പോൾ ആ മുഴകളെല്ലാം അപ്രത്യക്ഷമാകുന്നു. ബാക്കി 3 അവശേഷിച്ച്. ഇപ്പം സുനിൽ എന്താ പറയണത്? ഞാൻ ഈ 3 വേണ്ടി ആശുപത്രി പോകത്തില്ല. എന്താ കാര്യം? എൻ്റെ അമ്മ എന്നെ സുഖപ്പെടുത്തിക്കൊള്ളു. അപ്പം മുഴ കണ്ടിട്ട് അന്താളിക്കണില്ല. അതിനോട് ഒരു സൗമ്യത കാണിക്കണേ അദ്ദേഹം. എന്നുവെച്ചാൽ സഹിക്കുന്ന സ്നേഹത്തിൻ്റെ കൂടെ, സഹിക്കുന്ന സ്നേഹം എന്താണ്? ക്ഷമയാണ്. സൗമ്യത എന്ന് പറയുന്നത് സഹിക്കുന്ന സ്നേഹത്തിൻ്റെ കൂടെ പ്രത്യാശ കയറുമ്പോഴാണ് സൗമ്യത ഉണ്ടാകണത്. സൗമ്യത എന്ന് പറയുന്നത് ഒരു കോമ്പൗണ്ടായിട്ടോ ഒരു പല പുണ്യങ്ങളുടെ ഒരു കോമ്പൗണ്ടാണ്. സഹിക്കുന്ന സ്നേഹമാണ് ബേസ്മെൻറ്റ്. ആ സ്നേഹത്തിൻ്റെ കൂടെ സഹനം കയറുമ്പോൾ ആ ക്ഷമ. ഞാൻ ക്ഷമിച്ചിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? എനിക്ക് നിന്നോട് സ്നേഹമുണ്ട്, എൻ്റെ സ്നേഹം കാരണം ഞാൻ നിന്നെ സഹിച്ചിരിക്കുന്നു എന്നർത്ഥം. അതാണ് ക്ഷമ. അതായത് എനിക്ക് സ്നേഹം നിന്നോടുണ്ട്, സ്നേഹം കാരണം ഞാൻ നിന്നെ സഹിച്ചിരിക്കുന്നു. അതിൻ്റെ പേരെന്താണ്? ക്ഷമിച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ ക്ഷമയെന്ന് പറഞ്ഞാൽ എന്താണ്? സ്നേഹം പ്ലസ് സഹനമാണ് ക്ഷമ. നിങ്ങൾക്ക് സ്നേഹം ഉണ്ടെങ്കിലും സഹിക്കാൻ തയ്യാറാകണം. ദൈവം ക്ഷമയുള്ളവനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കരുണയുള്ളവനാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അത് പറയണമെങ്കിൽ നമുക്കെന്താ മുടക്ക്? പറഞ്ഞാൽ പോരെ. പക്ഷേ കർത്താവ് പറയും, എനിക്ക് മുടക്കുണ്ട്. എനിക്ക് നിങ്ങളുടെ സ്നേഹമാണെന്ന് പറഞ്ഞാൽ ഞാൻ ആ സ്നേഹത്തെ സാധൂകരിക്കാൻ വേണ്ടി ഞാൻ സഹിച്ചിട്ടുണ്ട്. അതാണ് ദൈവം ക്ഷമിച്ചിരിക്കുന്നത്. അത് ക്ഷമയാണല്ല. കുരിശിൻ്റെ അവസാനം പറയുന്നത് എന്താണ്? പിതാവേ, അവർ ചെയ്യുന്ന എന്തെന്ന് അവരറിയുന്നില്ല, അവരോട്. കുരിശിൻ്റെ ക്ഷമയാണ്. ആ ക്ഷമ നമുക്ക് തരണേ എന്താണ്? ആ ക്ഷമ നമുക്ക് കിട്ടാനുള്ള ശിക്ഷ പുള്ളിക്കാരൻ വാങ്ങിച്ചെന്നാണ് ഈ പറയണത്. വീട്ടിലെ നമുക്ക് കിട്ടാനുള്ള പാപത്തിൽ കിട്ടാനുള്ള ശിക്ഷ അങ്ങേര് ശരീരത്തിൽ വാങ്ങിച്ചു. അതുകൊണ്ട് എന്താണ്? അങ്ങേര് നമുക്ക് വേണ്ടി സഹിച്ചു. സ്നേഹത്തിൻ്റെ കൂടെ സഹനം വരുമ്പോഴാണ് സഹിക്കുന്ന സ്നേഹം ഉണ്ടാകുന്നത്. ഈ സഹിക്കുന്ന സ്നേഹമാണ് ക്ഷമ. അപ്പം ക്ഷമയെന്ന് പറയുമ്പോൾ സഹിക്കണം, അല്ലാതെ ക്ഷമ എന്ന് പറഞ്ഞൊരു കാര്യമില്ല. ചില ആൾക്കാർ പറഞ്ഞേ, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു പക്ഷെ ഞാൻ മറക്കത്തില്ല. അടി മോദത്തിൽ കൊടുക്കേണ്ടതാണ് അവൻ്റെ. എന്താ കാര്യം? ക്ഷമിച്ചാൽ ദൈവം മറക്കും. ക്ഷമിച്ചെന്ന് വെച്ചാൽ പിന്നെ അതിനെക്കുറിച്ച് ഓർക്കത്തില്ല. ഓർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മോന്ത മാറും. ഇല്ലേ? ക്ഷമിച്ചെന്ന് പറഞ്ഞിട്ട് പിന്നെയും ഈ തേള കുത്തിയ മോന്തയായിട്ട് നടക്കുകയല്ലേ. ക്ഷമിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നെയും നമ്മുടെ മോന്ത അവരെ കാണുമ്പോൾ തേള കുത്തിയ പോലെ ഇരിക്കും. നീ ആരെങ്കിലും നിങ്ങൾ കാണുമ്പോൾ തേള് കുത്തിയ മോന്ത കാണിച്ചിട്ടുണ്ടെങ്കിൽ നീ ക്ഷമിച്ചിട്ടില്ല അവരോട്. അതാ വിഷയം. കാര്യം എന്താണ്? സഹിക്കാൻ നീ തയ്യാറല്ല. കാര്യം ക്ഷമയെന്ന് പറഞ്ഞാൽ എന്താണ്? സഹിക്കുന്ന സ്നേഹമാണ്. ഈ സഹിക്കുന്ന സ്നേഹം ചില ആൾക്കാർ നമ്മൾ പലവട്ടം സഹിക്കേണ്ടി വരും. ഭർത്താവിനും ഭാര്യനൊക്കെ ഉള്ള കുഴപ്പം അതാ. കാര്യം രണ്ടും ഒരു കൂര താമസിക്കുകയല്ലേ. പലവട്ടം ഞങ്ങൾക്കൊരു ഇടവകയിൽ ചെന്ന് കഴിഞ്ഞാൽ 5 കൊല്ലം ഇടവക്കാർ നമ്മളെ സഹിച്ചാൽ മതി. 5 കൊല്ലം കഴിയുമ്പോൾ ബിഷപ്പ് പറയും വണ്ടി വിട്ടാക്കാൻ പറയും അടുത്ത ഇടവകയിലോട്ട്, അടുത്ത ഇടവക പണി ഉണ്ടാക്കാൻ വേണ്ടി. എന്നാലും ഞങ്ങൾ പരമാവധി ആൾക്കാരെ സ്നേഹിച്ചൊക്കെയാണ് ജീവിക്കണത്. പരമാവധി എല്ലാ കാര്യങ്ങളും ഇടപെടുകയും ചെയ്യും. ഞാനോർക്കണേ ഇനി ഒരു ജന്മം കിട്ടിയാൽ ഞാൻ കത്തോലിക്ക പുരോഹിതനാകും. എന്താ കാര്യം? ജനങ്ങളെ സ്നേഹിക്കാൻ ഇതുപോലുള്ള ഒരു അവസരമുള്ള ഒരു ശുശ്രൂഷ വേറെയില്ല. ഞാനെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് രാത്രിയും പകലും സംലഭ്യമാക്കണത്? എന്താ കാര്യം? എന്നെ കൈയും കാലും കെട്ടാൻ എനിക്ക് ആരുമില്ല. കാര്യം ഞാൻ എടുത്ത സ്വന്തം തീരുമാനത്തിലാണ് ജീവിതം സമർപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവം എന്തുകൊണ്ടാണ് അതിൻ്റെ കൂടെ നിൽക്കണത്?
അതിൻ്റെ കൂടെ ദൈവം നിൽക്കണത് എന്തുകൊണ്ടാണ്? നിങ്ങൾ തന്നെ സാക്ഷ്യം, നിങ്ങളുടെ ഭർത്താവിനോടോ ഭാര്യയോടോ ഉള്ള സമർപ്പണം സത്യസന്ധമാണെങ്കിൽ ദൈവം നിങ്ങളുടെ കൂടെ നിൽക്കും. ഈ ഡൈവേഴ്സിൻ്റെ ആവശ്യം വരത്തില്ല. ഇപ്പോഴെന്ന് വെച്ചാൽ ഈ ഡൈവേഴ്സ് ഒത്തിരി വരുന്നുണ്ടല്ലോ ഇങ്ങനെ വരുന്നത്. അതിൻ്റെ കാര്യം അവർക്ക് വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ്. വിശ്വാസമുള്ളവർ ആരും ഡൈവേഴ്സ് ആകുന്നില്ല. എത്ര പേരാണ്? അപ്പോൾ നമ്മൾ പറയുമ്പോൾ ഒരു 100 പേരെ കല്യാണം കഴിപ്പിച്ച 10 പേരാണ് ഇങ്ങനെയുള്ള ഡൈവേഴ്സിലേക്ക് വരണം. അത് പറയണ സാവരജംഗ വസ്തുക്കൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി, ദൈവത്തിൻ്റെ മുമ്പിൽ പട്ടിക്കാടത്തിൻ്റെ വില പോലും ഇല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്ന് പോകണത്. ശരിക്കും പറഞ്ഞാൽ ഡൈവേഴ്സ് എന്ന് വെച്ചാൽ ദൈവമായിട്ട് ഇപ്പോൾ ഡൈവേഴ്സ് ചെയ്ത് പോവുകയാണ്. അല്ലാതെ ഭർത്താവുമായിട്ട് നമുക്ക് ഡൈവേഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. ഭർത്താവുമായിട്ട് മാത്രമോ ഭാര്യയുമായിട്ട് മാത്രമോ ഡൈവേഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നീ എങ്ങനെ അധപ്പതിച്ചു എന്ന് നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. വെളിപ്പാടിൻ്റെ പുസ്തകം എടുത്ത് നീ എവിടെ നിന്നാണ് അധപ്പതിച്ചതെന്ന് നോക്കണം. എന്ത് വിഷയം പറഞ്ഞാണ് നീ അധപ്പതിച്ചതെന്ന് നോക്കണമെന്ന്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. വെളിപാട് 2:5. വെളിപാട് 2:5. അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് അധപ്പതിച്ചതെന്ന് ചിന്തിക്കുക. അനുദപിച്ച് ആദ്യത്തെ പ്രവർത്തികൾ ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് വരികയും നിന്റെ ദീപപീഠം അതിന്റെ സ്ഥലത്ത് നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. ദീപപീഠം എന്ന് പറഞ്ഞാൽ എന്താണ്? ജ്ഞാനസ്ഥാന അവസരത്തിൽ നമുക്ക് തരുന്ന വെളിച്ചമാണ് വിശ്വാസം. അതുകൊണ്ടല്ല മരിക്കാൻ നേരത്തെ അച്ഛന്മാർ വന്നിട്ട് തലക്കിപ്പകത്ത് വെളിച്ചം കത്തിച്ച് വെക്കണത്. എന്താ പറയണത്? എന്നിട്ട് എന്താ പറയണത്? ജ്ഞാനസ്ഥാനത്തിൽ കൊടുക്കുമ്പോൾ ഈ ദീപം കൊടുക്കുമ്പോൾ എന്താ കൊടുക്കണത്? ദീപം ജ്ഞാനസ്ഥാനത്തിൽ കൊടുത്തിട്ട് കൊച്ചിൻ്റെ കൈ കൊടുത്ത് പറയും, മാതാപിതാക്കന്മാരെ, ജ്ഞാനപിതാക്കളെ, നിങ്ങളുടെ കുഞ്ഞ് ക്രിസ്തുവിനാൽ പ്രകാശിതനാണ്, പ്രകാശിതയാണ്. അവളെന്നും വെളിച്ചത്തിൻ്റെ മകനായി ജീവിക്കേണ്ടതാണ്. ക്രിസ്തുവിൻ്റെ പ്രകാശം അവനിൽ തിളങ്ങി വിളങ്ങട്ടെ. ദിവനാഥം വരുമ്പോൾ സ്വർഗസ്ഥരായ എല്ലാ വിശുദ്ധന്മാരുടെ അവിടുത്തെ എതിരേൽക്കുവാനുള്ള ഭാഗ്യം അവർക്ക് ലഭിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ദീപപീഠം തരണത്. ദീപപീഠം തരികണേ, വെളിച്ചം വിശ്വാസം തരികണേ. നീ വിശ്വാസത്തിനെതിരെ പ്രവർത്തിച്ചാൽ ഞാൻ വന്നിട്ട് ആദ്യം വിശ്വാസം എടുത്ത് മാറ്റുമെന്ന്. കാര്യം എന്താണ്? നിനക്ക് വിശ്വാസം തന്നിട്ട് കാര്യമില്ല. അതിന് കർത്താവ് പറയണം, ന്യായം എന്ന് പറയണത് പന്നികളുടെ മുമ്പിൽ നിങ്ങളുടെ രത്നങ്ങൾ വിതറരുത്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മത്തായി 7:6. മത്തായി 7:6. വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത്. നിങ്ങളുടെ മുത്തുകൾ പന്നികൾക്ക് ഇട്ടുകൊടുക്കരുത്. അവ അത് ചവിട്ടി നശിപ്പിക്കുകയും തിരിഞ്ഞ് നിങ്ങളെ ആക്രമിക്കുകയും ചെയ്തേക്കാം. എങ്ങനെയുണ്ട് പരിപാടി? ഇതെല്ലാം കർത്താവ് മുൻകൂട്ടി കണ്ടിട്ടുണ്ട്. ഒന്നിനു വായിച്ചത് വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത്. ഇപ്പൊ ജ്ഞാനസ്ഥമായാലും വിശുദ്ധ വിവാഹമായാലും ഇതാരാണ്? നായ്ക്കൾക്ക് കൊടുക്കരുത്. കൊടുത്തുള്ള അവസ്ഥ എന്താ? അതിൻ്റെ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ അത് ചവിട്ടി മെതിക്കും. കാര്യം അമ്മ പറയണത്, അമ്മായിയമ്മ പറഞ്ഞാൽ കേട്ടിട്ട് കൂതാശയെ ചവിട്ടി മെതിക്കും. അതാ വിഷയം. ചിലപ്പോൾ കാശിൻ്റെ പ്രശ്നമാകാം, ചിലപ്പോൾ ജോലി പ്രശ്നമാകാം. അപ്പോൾ ചില ആൾക്കാർ കല്യാണം കഴിക്കുന്നത് വിശുദ്ധമായി ഒന്നിച്ച് ജീവിക്കാനല്ല, അമേരിക്ക PR കിട്ടാനാണ്. അതിൽ ദൈവാനുഗ്രഹിച്ച് ട്രംപ് വന്നിട്ടുണ്ട്, എല്ലാത്തിനും പണിയായിട്ടുണ്ട്. അത് ഞാൻ ഗുണമായിട്ട് പറയുകയല്ല, പക്ഷേ ആൾക്കാരെല്ലാം പിരിഞ്ഞു നിൽക്കുന്നതിൻ്റെ പിന്നിലുള്ള എല്ലാം. ഇപ്പോൾ ഇന്നലെ ഒരു കേസുണ്ടായി ഇവിടെ. അവർക്ക് ഇറ്റലി പോകണം. ഇറ്റലി പോകുമ്പോൾ ഒരു സ്പോർട്സ് താരമാണ്, അടിപൊളി സാക്ഷ്യം, നിന്ന് കത്തി പറയും. അവിടെ പേര് ജിൻസി എന്നാണ്. ജിൻസിയുടെ സാക്ഷ്യം ഇതാണ്. ജിൻസിയുടെ ഭർത്താവ് മസ്കറ്റിൽ എവിടെയാണ്, ഭാര്യ ഇറ്റലിയിൽ. അപ്പോൾ ഇറ്റലി പോകണം അവൾക്ക്. അപ്പോൾ ഇറ്റലി പോകേണ്ടി വന്നപ്പോൾ ഇറ്റലിക്കാരും യൂറോപ്പിലൊക്കെ നിയമമുണ്ട്. എന്താ കാര്യം? നിങ്ങളുടെ മാരിറ്റൽ സ്റ്റാറ്റസ് കാണിക്കണം. മാരിറ്റൽ സ്റ്റാറ്റസ് കാണിക്കുമ്പോൾ അവർ അവിടെ ഉണ്ടെങ്കിൽ, ഈ ഭർത്താവിനെ കൂടി ഇറ്റലി കൊണ്ടുപോകാൻ വേണ്ടിയാണ്
ഇവരിപ്പോൾ ഇറ്റലി പോണത്. പക്ഷെ അങ്ങനെ ഒരാളെ കൊണ്ടുവരാൻ സാധ്യത ഉണ്ടെങ്കിൽ അവർ വിസ തരത്തില്ല. അപ്പോൾ ഏജൻസി പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ഏജൻസി പറഞ്ഞത് നിങ്ങൾ ഡൈവേഴ്സ് ആണെന്നൊരു രേഖ ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പം കുറേ പേപ്പട്ടികൾ, ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ മുത്തുകൾ പന്നികളുടെ മുമ്പിൽ വിതറെന്ന് കർത്താവ് പറഞ്ഞില്ലേ. അപ്പോൾ നിങ്ങളോർക്കും ജോസഫച്ച എന്തിനാണ് ഇങ്ങനെയൊക്കെ മോശം വാക്ക് ഉപയോഗിക്കണം. ജോസഫച്ച ഉപയോഗിച്ചത് അങ്ങനെ ഉപയോഗിച്ച കാര്യമാണ്. നിങ്ങളുടെ മുത്തുകൾ പന്നികളുടെ മുമ്പിൽ വിതറരുത്. എന്താ കാര്യം? കൂദാശ എന്തുമാത്രം ബലമായിട്ടാണ് ദൈവം കാണുന്നത് ദൈവാനുഗ്രഹത്തെ. അത് അർഹതയില്ലാത്ത ആൾക്കാർ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഏജൻസി പറയുമ്പോൾ ഡൈവേഴ്സ് ആകും. ദൈവം യോജിപ്പിച്ചത് ഏജൻസി വേർപ്പെടുത്തി. എങ്ങനെയുണ്ട് പരിപാടി? പക്ഷേ ജിൻസി ഇത്തിരി കൂടിയ ക്രിസ്ത്യാനിയാണ്. ജിൻസി പറയുന്ന ആ അഭ്യാസം നടക്കത്തില്ലെന്ന് പറയും. ഞാൻ ആൾത്താരെ നിന്നുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ ജീവിത ഉടയോനെ പിടിച്ചതാണ്, കർത്താവിൻ്റെ കരം പിടിച്ച്, ഞാൻ ചെയ്യത്തില്ലെന്ന് പറയും. അപ്പം ഞാൻ അപ്പോൾ പറഞ്ഞു എന്നാൽ നടക്കത്തില്ലെന്ന് പറയും. കാര്യം പല ആൾക്കാരും ഇനി പാസ്പോർട്ടിൽ തിരുത്തണം, ഞാൻ ഡൈവേഴ്സ്ഡ് ആണെന്ന്. ഡൈവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? ഡൈവേഴ്സ്ഡ് ആണെന്ന് പാസ്പോർട്ട് രേഖ വേണം. എല്ലാ രേഖകളും ഡൈവേഴ്സ് ഒന്ന് വേണം. അതോടുകൂടി ജീൻസ് റെഡിയല്ല, ഇത് ചെയ്യാൻ റെഡിയല്ല. കാര്യം അവൾ പറയുന്ന ന്യായം, ഞാൻ അൾത്താറിൽ ദിവ്യകുർബാനയുടെ മുമ്പിൽ നിന്നുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിലാണ് ഞാൻ കരം പിടിച്ചിരിക്കുന്നത്. അത് ജീവിതം പോയാലും ശരി കർത്താവിനോട് പാലിച്ച ഉടമ്പടി ഞാൻ പാലിക്കും. എന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ ജീവിക്കണമല്ല അമ്മയെന്ന് പറഞ്ഞു. വിശ്വസിക്കുകയും ചെയ്യണം, എനിക്ക് ജീവിക്കുകയും ചെയ്യണം. അതാണ് വർത്തമാനം. കേട്ടില്ലേ? അമ്മ പറഞ്ഞതനുസരിച്ച് ഞാൻ അത് വഴിപ്പെട്ടിട്ടില്ല. ആ പ്രലോഭനത്തിൽ ഞാൻ വീണില്ല. പക്ഷേ എനിക്ക് ജീവിക്കണ്ടേ, എൻ്റെ ഭർത്താവിന് ജീവിക്കണ്ടേ, ഞാനും മക്കളും ഒരുമിച്ച് ജീവിക്കണ്ടേ, കുഞ്ഞുങ്ങളെ പഠിക്കണ്ടേ, വിശ്വാസത്തിൽ കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായാലല്ലേ അവരെ വിശ്വാസം വളർത്താൻ പറ്റത്തുള്ളൂ എന്നും പറഞ്ഞുള്ള ഇവളിങ്ങനെ ചുമ്മാ മൊബൈൽ തോണ്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ജർമ്മനിയിൽ ഒരു കോൾ ഫോർ കണ്ടപ്പോൾ ഇവളുടെ ബയോഡേറ്റ അടിച്ചു കൊടുത്ത് ഉടനെ ജർമ്മനിക്കാർ ഇവരെ വിളിച്ച് 10 മിനിറ്റിനുള്ളിൽ ഓൺലൈൻ ഇൻ്റർവ്യൂ നടന്ന് യു ആർ അപ്പോയിൻറ്റഡ് എന്ന്. അപ്പോൾ ദൈവത്തിൻ്റെ രീതി കണ്ടാൽ ദൈവം നമ്മുടെ കൂടെ നിൽക്കും. ഭർത്താവും ഭാര്യയും ജർമ്മനിക്ക് പോവുകയാണ് മക്കളെയും കൊണ്ട്. അതെന്താ കാര്യം? അവൾക്ക് അഭിമാനിക്കാൻ ജീവിതകാലം മുഴുവൻ അവളുടെ പേര് ഈ ആൾക്കാരെ പറയേണ്ടി വന്നത് അവളുടെ വിശ്വാസ സാക്ഷ്യമാണ്. ഇതാണ് സാക്ഷ്യം എന്ന് പറയണത്. സാക്ഷ്യം എന്ന് പറയുന്നത് വിശ്വാസം എന്തിനുള്ളതാണ്? സാക്ഷ്യമായി ജീവിക്കാനുള്ളതാണ്. പ്രാർത്ഥിക്കുക, കർത്താവേ എന്റെ വിശ്വാസത്തില് സാക്ഷ്യമായി ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഓർക്കേണ്ടത്, ഇപ്പം ഈ ജിൻസിയുടെ കാര്യം തന്നെ എടുക്കാം. ജിൻസി എന്തുകൊണ്ടാണ് ഡൈവേഴ്സ് ചെയ്യണം, രേഖ ഉണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോൾ രേഖ ഉണ്ടാക്കാതെ എന്നിട്ട് കർത്താവിനോട് അവളോട് സംസാരിച്ചു. അമ്മ പറഞ്ഞ വചനമനുസരിച്ച് അവൻ പറഞ്ഞ പോലെ ഞാൻ ചെയ്തിട്ടുണ്ട്, ഉടമ്പടിയിലാണ് ഞാൻ. പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ജീവിക്കണ്ടേ, അവരെ വിശ്വാസം പഠിപ്പിക്കണ്ടേ. അപ്പം അതും ദൈവത്തിന് മനസ്സിലാകും. അതാണ് സെക്കൻഡുകൾക്കുള്ള മറുപടിയാണ്. സെക്കൻഡുകൾക്കുള്ള മറുപടിയാണ്. എന്നിട്ട് ജിൻസി എന്തുകൊണ്ടാണ് പതറാതിരുന്നത്? ഇത്രയും വലിയ ക്ഷോഭം, നിങ്ങളെ പിരിഞ്ഞ് വേദ്യരേഖ ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് ഇവൾ അതിനെ സൗമ്യമായി നേരിട്ടത്? അതിൻ്റെ കാര്യമാണ് മുൻകാല അനുഭവങ്ങൾ. നമുക്ക് ദൈവം മുൻകാല അനുഭവങ്ങൾ തരുന്നത് ഈ വർത്തമാന കാലത്ത് നിങ്ങൾക്ക് വിശ്വാസത്തിൽ ഒരു പരീക്ഷണം ഉണ്ടാകുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് മുൻകാല അനുഭവങ്ങൾ. അതായത് എപ്പോഴും നിങ്ങൾ ചെയ്യണം, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ കർത്താവ് ചോദിക്കും, നിങ്ങൾ എന്തിനാണ് അപ്പം ഇല്ലാത്തതിനെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുന്നത്? അഞ്ചപ്പം കൊണ്ട് 5000 പേര് തീറ്റിപ്പോറ്റിയപ്പോൾ എത്ര കൂട്ട നിറയെ നിങ്ങൾ ശേഖരിച്ചു? കണ്ട, പഴയ കാലം കിടക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ. ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മർക്കോസ് 8:17. ഇത് മനസ്സിലാക്കിയ യേശു അവരോട് പറഞ്ഞു. ഇത് മനസ്സിലാക്കിയ യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ അപ്പമില്ലാത്തതിനെ കുറിച്ച് എന്തിന് തർക്കിക്കുന്നു? നിങ്ങൾ അപ്പമില്ലാത്തതിനെ കുറിച്ച് എന്തിന് തർക്കിക്കുന്നു? ജോലി ഇല്ലാത്തതിനെ കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തിനാ തർക്കിക്കണത്? അല്ലേ? അപ്പം ഇങ്ങനെ ഓരോ വിഷയം ഇല്ലാത്തതിനെ കുറിച്ച് എന്തിന് തർക്കിക്കുന്നു? പറ.
ഇനിയോ നിങ്ങൾ മനസ്സിലാക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്നില്ലേ? നിങ്ങളുടെ ഹൃദയങ്ങൾ മന്ദീഭവിച്ചിരിക്കുന്നുവോ? കണ്ണുണ്ടായിട്ടും നിങ്ങൾ കാണുന്നില്ലേ? ചെവിയുണ്ടായിട്ടും നിങ്ങൾ കേൾക്കുന്നില്ലേ? നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? അഞ്ചപ്പം ഞാൻ 5000 പേർക്കായി ഭാഗിച്ചപ്പോൾ ശേഷിച്ച കഷണങ്ങൾ നിങ്ങൾ എത്ര കുട്ട നിറച്ചെടുത്തു? 12 എന്ന് അവർ മറുപടി പറഞ്ഞു. 7 അപ്പം 4000 പേർക്ക് വീതിച്ചപ്പോൾ മിച്ചം വന്ന കഷണങ്ങൾ നിങ്ങൾ എത്ര കുട്ട എടുത്തു? 7 എന്നവർ മറുപടി പറഞ്ഞു. അവൻ ചോദിച്ചു എന്നിട്ടും നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ? അതായത് ഒരു വിഷയം ഉണ്ടാകുമ്പോൾ പഴയ അനുഭവങ്ങളുടെ ഫയലെടുക്കണമെന്ന് ഈശോ പറയണത്. നിങ്ങൾ ഇതിനേക്കാൾ കഴിഞ്ഞ ദിവസം ഇന്നലെ ഒരു ദിവസം ഒരു മജിസ്ട്രേറ്റ് എന്നെ വിളിച്ചു. അവർ ഡെലിവറി കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചതാണ്. വിളിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ച് വിഷമങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, മകളെ, ഇതിനേക്കാൾ വലിയ പ്രയാസങ്ങളിലൂടെയാണ് നിങ്ങളുടെ കുടുംബം കടന്നു പോയത്. ഇന്ന് എത്രയോ വലിയ ഭാഗ്യം കിട്ടി. അപ്പോൾ ആ ദൈവം തന്നെ ഇപ്പോഴും ജീവിച്ചിരിക്കണം. ഇപ്പോൾ ഈ പ്രശ്നമൊക്കെ ഇപ്പോൾ പെട്ടെന്ന് തീരും. കാര്യം എന്താണ്? കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കാൻ. ഉടനെ എൻ്റെ വാട്സപ്പിൽ അവരിങ്ങനെ കുറേ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് കുറേ വചനങ്ങളുടെ പ്രാർത്ഥന കിട്ടും. എന്താ കാര്യം? ഞാൻ പറഞ്ഞ സത്യമാണ്. അവർക്ക് എന്ത് കിട്ടി? പ്രത്യാശ കിട്ടി. കഴിഞ്ഞ കാലങ്ങളിൽ അവരെ സഹായിച്ച കർത്താവ് തന്നെയാണ് ഇന്നും ജീവിച്ചിരിക്കുന്നത്. അത്രയും പ്രശ്നങ്ങൾ ഇന്നില്ല. ഇപ്പം ഇന്നുണ്ടായിരുന്ന പ്രശ്നങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ എന്നെ സഹായിച്ച കർത്താവ് ഇന്ന് എന്നെ സഹായിക്കും എന്നുള്ള ബോധ്യം കിട്ടി. കൈയടിക്കട്ടെ, ശ്രുതിക്കട്ടെ. കണ്ണുകളടച്ച് കൈകൾ കൂപ്പി, കൈകൾ നെഞ്ചോട് വെച്ചുകൊണ്ട് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമ്മൾക്കായിരിക്കാം. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 കർത്താവേ, അന്ധന് കാഴ്ച നൽകിയവനെ, കർത്താവേ, ചെകിടന് കേട് നൽകിയവനെ, കർത്താവേ, ഊമന് സംഭാഷണം നൽകിയവനെ, കർത്താവേ, മഹ്ബൂബ് രോഗി സുഖപ്പെടുത്തിയവനെ, കർത്താവേ, മരിച്ചവനെ ഉയർപ്പിച്ചവനെ, കർത്താവേ, നിന്റെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ തിരുമുറിവാടുന്ന വലതുകരം, അണിപ്രതാർന്ന അത്ഭുതകരം അങ്ങയുടെ മക്കളുടെ ശിരസിൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിപ്പിണർ പോലെ, വൈതാക്കാലം പോലെ ദൈവികമായ ശക്തി ആന്തരിക അവയവങ്ങളിലേക്ക് പ്രവേശിക്കട്ടെ. മാരക രോഗങ്ങൾ, തീരാവേദികൾ യേശുക്രിസ്തു നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. നിങ്ങൾ അഭിഷേകത്തിനെയും വിഷം ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കുക. അച്ഛൻ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേഖലകൾ, ജോലിയില്ലാത്തവർ, വീടില്ലാത്തവർ, വഴിയില്ലാത്തവർ, കുടുംബങ്ങളെക്കുറിച്ചും കുഞ്ഞുങ്ങളെക്കുറിച്ചും വേദന അനുഭവിക്കുന്നവർ, പലതരത്തിലുള്ള സാങ്കേതിക സംഘർഷാത്മകമായ ജീവിത കുടുംബ സാഹചര്യം ഉള്ളവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിൽ സ്വന്തം ചെയ്യുന്ന കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, നീ ഏത് ഭവനത്തിൽ പ്രവേശിക്കുമ്പോഴും ആ ഭവനത്തിന് സമാധാന ആശംസകൾ നടത്തുക. കർത്താവേ, ഭവനത്തെ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ ഭവനങ്ങൾക്ക് സമാധാനം ആശംസിക്കുന്നു. ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരെ അങ്ങ് ഏറ്റെടുക്കുന്ന പ്രാർത്ഥിക്കുന്ന എന്റെ കർത്താവിന് ഉന്നതമായ നാമത്തില് കർത്താവെ, ഡൈവേഴ്സ് താമസിക്കുന്നവരെ, വിവാഹമോചിതരായവരെ, കർത്താവ് ഒരുമിച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്നവരെ, ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരെ, ഒരുമിച്ച് പിരിഞ്ഞു പോയവരെ, ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരെ, അവരെല്ലാം സ്പർശിക്കാൻ പ്രാർത്ഥിക്കുന്ന മക്കളില്ലാത്തവരെ, ഗർഭസ്ഥ ശുദ്ധികൾക്ക് ഹൃദയത്തിന് ദ്വാരവും ആന്തരിക വൈകല്യങ്ങളും ഉള്ളവരെ കർത്താവെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഇവിടെ കഴിയുന്ന പോലെ കർത്താവെ, അസ്ഥിപഞ്ചങ്ങളുടെ വേദന, കിഡ്നികളിലെ രോഗങ്ങള്, പാങ്ക്രിയാസ് കല്ലുകള്, ആമാശയത്തിന് കട്ടിയില്ലാതിരിക്കുകയും ഇടിഞ്ഞു പോകുന്ന അവസ്ഥകള്, ഗർഭാശയത്തിന് കട്ടിയില്ലാതിരിക്കുകയും ഇടിഞ്ഞു പോകുന്ന അവസ്ഥകള്, അൾസർ രോഗങ്ങള്, എപ്പിലെപ്സി രോഗങ്ങള്, പിച്ച് രോഗങ്ങൾ, പിസ്റ്റുല രോഗങ്ങള് യേശു ക്രിസ്തുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. സംബന്ധമായ വിഷയങ്ങള്,
ഭവന സംബന്ധമായ വിഷയങ്ങൾ, ജോലി സംബന്ധമായ വിഷയങ്ങൾ, വിദ്യാഭ്യാസ സംബന്ധമായ വിഷയങ്ങൾ എല്ലാം ചേർത്ത് മാതാവിൻ്റെ തിരുസന്നിധിയിൽ അമ്മയുടെ മാധ്യസ്ഥ പ്രാർത്ഥിക്കുന്ന സമയമാണ്. കർത്താവേ, സ്ഥലങ്ങൾ കൊടുക്കാനുള്ളവർ, വിൽക്കാനുള്ളവർ, ജപ്തി നടപടി നേരിടുന്നവർ, സ്ഥലം പാകോടമ്പടി ചെയ്ത് കിട്ടാത്തവരെല്ലാവരെയും ഈ നിമിഷം പരിശുദ്ധമ ദൈവമാതാനും മാധ്യസ്ഥ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ അവരിലേക്ക് ആവശ്യിക്കട്ടെ. മക്കളെക്കുറിച്ച് വേവലാതി കൊള്ളുന്നവർ, പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, പഠനത്തിൽ പുരോഗതി ഇല്ലാത്തവർ, പഠിക്കാൻ പറ്റാത്തവർ, പഠിക്കുന്നത് മനസ്സിൽ പതിഞ്ഞു നിൽക്കുന്ന പരീക്ഷയെ പരിഹരിക്കാൻ കഴിയാത്തവർ, എല്ലാ മക്കളെയും നിന്റെ തിരുമുറാണ് വലതു കർത്താവ് സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഉദ്യോഗസ്ഥരെ, ജോലി ഇല്ലാത്തവർ, ജോലി തേടുന്നവരെ, ഉള്ള ജോലി നഷ്ടപ്പെടാൻ പോകുന്നത്, ഉള്ള ജോലിക്ക് വേണ്ടത്ര ശമ്പളമില്ലാത്ത ജോലി മാറാൻ ആഗ്രഹിക്കുന്നവർ, രാജ്യം മാറാൻ ആഗ്രഹിക്കുന്നവർ, കർത്താവ് ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ, ജോലി സംബന്ധ വിഷയങ്ങളിൽ കർത്താവ് ജീവിതം നഷ്ടപ്പെട്ടവരെ എല്ലാവരും സഹിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവത്തെ. വിസ, ഇൻ്റർവ്യൂ, PR അതുപോലെയുള്ള എല്ലാവിധ ഓഫർ ലെറ്റർ, അതുമൂലം ഉണ്ടാകുന്ന ഓരോ തകരാറുകൾ, വിഷമതകൾ അനുഭവിക്കുന്ന എല്ലാവരുടെയും എല്ലാ വിഷമതകളും യേശു ക്രിസ്തു നാമത്തിൽ ബന്ധിക്കുന്ന. ഹല്ലേലൂയ.